بسم الله الرحمن الرحيم. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل صلوات ربنا العلا بسلامه أبدا على أعلى الخلائق حبه. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا معين الدين يا معين الدين يا معين الدين خواجة معين الدين. ഏറ്റവും ആദരണീയരായ ഉലമാക്കളെ, ഉമറാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ യുവാക്കളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധവും പവിത്രധന്യവുമായ പുണ്യ റജബ് മാസത്തിൽ മിഅ്റാജ് ദിനത്തോട് തൊട്ടുരുമ്മി നിൽക്കുന്ന ഈ മബ്റൂക്കായ മുബാറക്കായ സമയം നമുക്കിവിടെ സംഗമിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. നാളെ അവന്റെ സന്തോഷഭവനമായ സ്വർഗത്തിൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സമ്മേളിപ്പിക്കുമാറാകട്ടെ. ദീർഘമായ ഒരു ഭാഷണത്തിനല്ല, കുറഞ്ഞ സമയം വിഷയസംബന്ധമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിരന്ന് പിരിയാം. വളരെ ദൂരെയും സംസ്ഥാനങ്ങൾ തമ്മിലും വ്യത്യാസമുള്ളതുകൊണ്ട് കമ്മ്യൂണിക്കേഷനും ലാംഗ്വേജും ഒക്കെ എങ്ങനെയാകും എന്നൊരാശങ്കയുണ്ട്. പക്ഷേ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ എല്ലാവരും നന്നായി മലയാളം അസ്ലിൽ ഉള്ളവരാണ്. അതുകൊണ്ട് പ്രശ്നം വരാനിടയില്ല. എങ്കിലും സ്റ്റേജ് കയറി കഴിഞ്ഞപ്പോൾ ഒരാശങ്ക. സലാം പറഞ്ഞപ്പോൾ ഉറക്ക മടക്കുന്നത് ഇങ്ങോട്ട് കിട്ടാതെ വന്നപ്പോ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു. അപ്പോഴും നിങ്ങളെല്ലാവരും മടക്കുന്നുണ്ട്, പക്ഷേ ശബ്ദം ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഒരാള് സലാം പറഞ്ഞാൽ അത് വേറെ രസമാണ്. ഞാൻ കുറയ്ക്കാൻ പറയുന്നു, പക്ഷേ മൈക്ക് മുസ്ലിയാർ അത് കൂട്ടി വിടും. ഇങ്ങോട്ടുള്ള മോണിറ്ററിന്റെ റിട്ടേൺ കുറച്ചും കൂടി കൂട്ടിക്കോ, കുഴപ്പമില്ല. അതായത് ഡയഫ്രം പൊട്ടിപ്പോവില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ സലാം പറയുമ്പോ സലാം മടക്കുന്നത് സലാം പറയുന്നയാളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലാണ്. അയാൾ കേൾക്കത്തക്ക നിലയിൽ തന്നെ മടക്കണം. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് ഒരു അമുസ്ലിമായ ആൾ ഇസ്ലാമിന്റെ അഭിവാദ്യമായ സലാം നിങ്ങളോട് പറഞ്ഞാൽ അയാളെ പോലും നിരാശപ്പെടുത്താൻ പാടില്ല. വഅലൈക്കും എന്ന് മറുപടി പറയണം.
അങ്ങനെയുള്ള പരിശുദ്ധമായ ഇസ്ലാമിന്റെ അഭിവാദ്യമായ സലാം പറയുന്നതിൽ ഇന്ന് വലിയ പിശുക്കാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ബുഖല്, സലാം പറയാൻ തന്നെ നമുക്ക് വലിയ മടിയാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യയോട് സലാം പറഞ്ഞു കയറണം, ഇറങ്ങുമ്പോ ഭാര്യക്ക് സലാം പറഞ്ഞിറങ്ങണം. നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ കാണുമ്പോ സലാം പറയണം. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ്. വളരെ കനത്ത ബിദ്അത്തുകാരനെന്നോ ഫാസിഖെന്നോ ഒക്കെ മനസ്സിലാകുന്ന അച്ചടക്ക നിയമം ബാധകമായ ആളുകൾക്ക് മാത്രമേ സലാം പറയാൻ പാടില്ലാത്തതുള്ളൂ. ആരെയും സംശയിച്ച് നമ്മൾ സലാം പറയാതിരിക്കണ്ട. സലാം പറഞ്ഞാൽ നന്നായി ഉറക്കം അടക്കണം. നമ്മൾ ജുമുഅക്ക് പള്ളിയിലേക്ക് വരുമ്പോ ഖതീബ് മിമ്പറിൽ നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാം പറഞ്ഞാൽ ആ സമയത്ത് പണ്ടൊക്കെ ആണെങ്കിൽ നല്ല ഉഷാറിൽ സലാം കൊടുക്കും. ഇന്ന് പള്ളിക്കാട്ടിലേക്ക് സലാം ചൊല്ലിയതുപോലെ, പള്ളിക്കാട്ടിൽ സലാം ചൊല്ലിയാൽ ഖബറിൽ കിടക്കുന്നവർ മടക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിൽ കുഴപ്പമൊന്നുമില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കഴിവുകൾ വളരെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത് നമ്മൾ പത്രത്തിൽ കണ്ടു, ആധുനിക ശാസ്ത്രം ഈ 2017 ഡെഫിനിറ്റ് ആക്കിയ ഒരു തീരുമാനം, മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ കാഴ്ച ശക്തി കുറഞ്ഞ മിനിറ്റുകളിലേക്ക് നിരവധി ഇരട്ടി പവറിലാകും. ശാസ്ത്രം കണ്ടുപിടിച്ച് തെളിയിച്ച് കണ്ടുപിടിച്ചതാ. അപ്പോൾ ഇത് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്തില്ല. ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇതൊരിക്കലും തോക്കുന്ന മുദ്രാവാക്യമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്, ഈ ഒച്ചയിൽ അവസാനം വരെ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, മരിക്കുന്ന സമയത്ത് മരണപ്പെട്ടയാളിന്റെ അടുത്തേക്ക് ഒരാൾ എത്തിയാൽ അയാൾക്ക് ചില കടമകളുണ്ട്. അടയ്ക്കാമരം വെട്ടിയിട്ടതുപോലെ. അത് ചിലപ്പോ പ്രയോഗം ശരിയായിട്ടുണ്ടാവില്ല. കവുങ്ങ് കേട്ടിട്ടില്ലേ? പാക്ക് പിടിക്കുന്ന സാധനത്തിന് എന്താ പറയുന്നത്? എന്താ പറയാ? കവുങ്ങ് തന്നെ. ഞങ്ങളുടെ നാട്ടിൽ അടയ്ക്കാമരം എന്താ പറയുക? ഞങ്ങളെ കൊല്ലത്തുള്ള വ്യത്യാസമാണ്. അതേസമയം മലബാറിലൊക്കെ കവുങ്ങെന്ന് പറഞ്ഞാൽ തിരിയും. ഇപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറെ മനസ്സിലാവും. പണ്ടൊക്കെ വലിയ പ്രയാസമായിരുന്നു. ആദ്യമായി ഞാൻ മതപ്രസംഗ പരമ്പരയ്ക്ക് മലബാറിൽ എത്തുന്നത് കണ്ണൂർ ജില്ലയിലെ ബ്ലാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഈ ലൈറ്റിന്റെ അടുക്കൽ ഇന്നത്തെ പോലെ നല്ല പ്രാണി പറക്കുന്നുണ്ട്, ശല്യം. ഞങ്ങളുടെ നാട്ടിൽ അതിന് പക്കി എന്നാ പറയുക. പടച്ചോനെ, പക്കിയുടെ ശല്യം കൊണ്ട് തോറ്റല്ലോ അല്ലാഹ്, ഞാൻ സ്റ്റേജിൽ നിന്നോട്ട് പറഞ്ഞു. അപ്പൊ എല്ലാരും ചിരിച്ചല്ലേ വിചാരിച്ചാ ഒന്നുകൂടി പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോ മുക്രീക്കായി മുല്ലാരും കൂടെ പള്ളിക്കകത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എന്നാലും ഉസ്താദെ, ഈ ആടും പെണ്ണും ഒക്കെ വഴുതു കേൾക്കാൻ വന്നിട്ട് നിങ്ങളിത് പറഞ്ഞല്ലോ, അപ്പോഴായാലും ഒരു ഭീകരതയുണ്ട് എന്ന് മനസ്സിലാവും. അതുപോലെ പണ്ട് കാസർഗോഡിന്റെ ഏതോ ഒരു ഉൾപ്രദേശത്ത് വഴുതിന് വന്നു. വഴുതെല്ലാം കഴിഞ്ഞപ്പോ ഒരു ആചാര്യന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. നല്ല നെയ്ച്ചോറ്, ബിരിയാണി, മട്ടൻ, ചിക്കൻ, ബീഫ്, പത്തിരി, ഇതെല്ലാം കൂടി കഴിച്ചിട്ടാണ് ഈ കോലം ആയതെന്ന് വിചാരിക്കണ്ട. ഏതായാലും കുറച്ചൊക്കെ കഴിച്ചു. അങ്ങനെ അയാൾ അവസാനം പറഞ്ഞു, മൊയിലാർച്ച, നിങ്ങൾ ആ മരത്തെ തൂങ്ങിക്കോ, ഞാൻ ഈ മരത്തെ തൂങ്ങിക്കോളാം. അല്ലാ, ഞങ്ങളുടെ നാട്ടിൽ മരത്തെ തൂങ്ങാന്ന് പറഞ്ഞാൽ തൂങ്ങി മരിക്കുന്നതിനാ. ആകെ ബേജാറായി. ഇയാളെ കണ്ടപ്പോ ഇങ്ങനെ പ്രശ്നമൊന്നും തോന്നിയില്ലല്ലോ. എന്നാ പിന്നെ പതുക്കെ സംഘാടകര് ലൈറ്റൊക്കെ അണക്കുന്നേ ഉള്ളൂ, അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ച് പതുക്കെ വാതിലിന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ഇയാള് പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞ മർക്കസ് രാവിലെ എത്തിയില്ലെങ്കിൽ ഉസ്താദ് തല്ലു, നിങ്ങൾ ആ മരത്തെ തൂങ്ങിക്കോമില്ലാരെ, ഞാൻ ഈ മരത്തെ തൂങ്ങിക്കോളാം. അപ്പൊ അയാൾ കൈ ചൂണ്ടിയപ്പോഴാ മനസ്സിലായ ഒരു കുഴപ്പമില്ല, മരം മീൻസ് കട്ടിൽ, തൂങ്ങുക മീൻസ് ഉറങ്ങുക. അപ്പൊ ഇതുപോലെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും ആകട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, സലാം പറഞ്ഞാൽ
ജുമാക്ക് പള്ളിയിലെത്തിയാൽ ഖതീബ് സലാം പറയുമ്പോൾ ഉറക്കം അടക്കണം. പണ്ടൊക്കെ ആ മടക്കുന്നതിനിടയിൽ ചില കമ്മ്യൂണിക്കേഷൻസ് വരെ പാസ് ചെയ്തിരുന്നു. അതെങ്ങനെ? ഒരിക്കൽ ഒരു പള്ളിയിലെ ഉസ്താദ് മുദരിസ് ഇടക്കിടക്ക് മുതിർന്ന ശിഷ്യന്മാരോട് ഇമാമത്ത് നിൽക്കാനോ കുത്തുപോകാനോ ഒക്കെ പറയും. അതിലൊരാൾ നല്ല സൗണ്ട് ഒക്കെ ഉള്ള ഒരാളുണ്ട്, അയാളോട് ഇടക്കിടക്ക് കുത്തുപോകാൻ പറയുകയാണ്. അപ്പൊ ഇപ്പൊ ലീവിന്റെ ടൈമാണ്. ഇയാള് പെരുന്നാളിന്റെ അന്ന് ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നു. ഉസ്താദ് പറഞ്ഞു, എനിക്ക് ചെറിയൊരു പനിയുടെ ലക്ഷണം ഉണ്ടല്ലോ മോനെ, നിനക്ക് കുത്തുപോകാമോ പെരുന്നാളിന്റെ? ഓ റെഡി എന്ന് പറഞ്ഞ് ചാടിയും കയറി. പക്ഷേ പെരുന്നാൾ ഖുതുബയ്ക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു വ്യത്യാസം. എന്താ? തക്ബീർ കൊണ്ടാ തുടങ്ങേണ്ടത്. ഇയാളിന്റെ ആവേശത്തിൽ കയറിയ മിമ്പറിൽ നിന്നു തക്ബീർ കൊണ്ടാ തുടങ്ങണ്ടേന്നറിയാം, പക്ഷെ എത്ര തക്ബീറാന്നറിയില്ല. അപ്പൊ എന്ത് ചെയ്തു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോഴത്തേക്ക് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ജനം പറയുമല്ലോ. അതിനിടയിൽ ഇദ്ദേഹം ആ കമ്മ്യൂണിക്കേഷൻ പോസ്റ്റ് ചെയ്തു. എങ്ങനെ? അസ്സലാമു അലൈക്കും യാ ഉസ്താദി കം തക്ബീറാതുഹാ. നിങ്ങൾക്കെല്ലാം മനസ്സിലായി. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ തന്നെ സൽസീദ് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു തുടങ്ങുമല്ലോ, പിന്നെ അവര് ശ്രദ്ധിക്കൂല. അതിന്റെ ഇടയിൽ ഉസ്താദിന് മാത്രം ഒരു ആശയം, ഒരു ചോദ്യം. എന്റെ ഉസ്താദേ എത്ര തക്ബീറാണ്? ഉസ്താദ് ആകെ വേദന. ഈ നമുക്ക് ചോദിക്കാതെ കയറി ഇവിടെ ആകെ പ്രശ്നമാവുമല്ലോ മഹല്ലിൽ. ഇവര് ചോദിച്ചുകൂടായിരുന്നു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? ഇയാളുടെ ഉസ്താദാണല്ലോ, ഉസ്താദ് വളരെ ബുദ്ധിപരമായി സലാം മടക്കിയ നിശബ്ദത അങ്ങോട്ട് വന്ന ഉടനെ ഉസ്താദിനൊരു തുമ്മല്. അപ്പൊ തുമ്മിയപ്പോ മനസ്സിലായി 9 പ്രാവശ്യമാണ്. അങ്ങനെ അയാൾ തക്ബീർ ചൊല്ലി. ഇപ്പോഴെങ്ങാണ് അതുമെല്ലാം നടക്കില്ല, കാരണം സലാം പറഞ്ഞ ഒരു അനക്കമില്ല. അപ്പൊ അതുകൊണ്ട് സലാം കേട്ടാൽ നന്നായി സന്തോഷിപ്പിച്ചുകൊണ്ട് മടക്കണം, പറയുന്നയാൾക്ക് കേൾക്കണം. തുമ്മുമ്പോൾ അൽഹംദുലില്ലാ പറയണം. അൽഹംദുലില്ലാ പറയുമ്പോൾ കേൾക്കുന്നയാൾ യർഹമുക്കല്ലാഹ് എന്ന് പറയണം. യർഹമുക്കല്ലാഹ് എന്ന് അയാൾ പറയണമെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ പറയുന്ന ആൾ അയാൾ കേൾക്ക പറയണം. അത് കേൾക്കുന്നയാൾ വീണ്ടും തുമ്മിയാള് പറയണം യഹ്ദീകുമുല്ലാഹു യുസ്ലിഹു ബാലക്കും. അത് യർഹമുക്കല്ലാഹ് അയാൾ കേൾക്കണം. ഇങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ചിട്ടയും കണ്ടീഷനുമെല്ലാം ഉണ്ട്. അത് പാലിച്ച് ചെയ്യാൻ നമുക്ക് കഴിയണം. അവിടെ സീറ്റ് ഇല്ലെന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് ഇവിടെ ഒരു 3-4 സീറ്റ് ഒഴിവുള്ള പോലെ തോന്നുന്നു. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഇന്ന് വിഷയം ഇവിടെ വന്നപ്പോ ഉദ്ഘാടകൻ പറഞ്ഞപ്പോഴാണ് കേൾക്കുന്നത്. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം വഷളായ ഒരു സാഹചര്യത്തിലാണ് ലോകം ഇന്ന് നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാം എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കൾ ചിന്തിക്കണം. നമുക്കിന്ന് പ്രസ്ഥാനമായി ഉൾക്കൊള്ളാൻ, മതമായി ഉൾക്കൊള്ളാൻ ഏറ്റവും യോഗ്യമായ, യോഗ്യതയുള്ള, ക്വാളിഫൈഡായ ഒരു പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം? നമ്മുടെ ചിന്താശക്തി എവിടെ പോയി? പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ യുവത്വത്തിന് വളരെ പ്രാധാന്യം നൽകിയ മതമാണ്. നിങ്ങൾക്കറിയുമല്ലോ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദശയാണ്, ഘട്ടമാണ് യുവത്വം. ആരോഗ്യത്തെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാം നാളെ പാരത്രിക ലോകത്ത് ചോദ്യം ചെയ്യുമെന്ന് പഠിപ്പിച്ചപ്പോൾ, ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന് പഠിപ്പിച്ചപ്പോൾ, അത് രണ്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല മുഹൂർത്തമായ യുവത്വത്തെ സംബന്ധിച്ച് സ്പെഷ്യലായി ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. അവന്റെ യുവത്വം എന്തിനു വേണ്ടിയാണ്? ആ യുവത്വ ദശയിൽ നിന്ന് അതാ വാർദ്ധക്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ്
ആ യുവത്വത്തിന്റെ തിളച്ച പ്രായം എന്തിനു വേണ്ടിയാണ് നശിപ്പിച്ചത്? ആ യുവത്വത്തെ സംബന്ധിച്ചൊരു വിചാരണയില്ലാതെ ഒരൊറ്റ മനുഷ്യന്റെയും പാദം ചലിപ്പിക്കാൻ സൃഷ്ടാവായ അല്ലാഹു സമ്മതിക്കുകയില്ല. അപ്പോൾ ഈ യുവത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടം മാത്രമല്ല, ഒരു ദർപ്പണം കൂടിയാണ്. യഥാർത്ഥത്തിൽ യുവാക്കളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ യുവാക്കളെ കണ്ടുകൊണ്ടാണ് സമൂഹത്തെ വിലയിരുത്തുന്നത്. നമ്മുടെ നാടിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ ആരോടെങ്കിലും ചോദിച്ചാൽ കുശാൽ നഗർ നല്ല ഉഷാറാണ് എന്ന് പറയുന്നത് ഇവിടുത്തെ വയസ്സായ സ്വാലിഹീങ്ങളായ എപ്പോഴും തസ്ബീഹും തഹ്ലീലും ചൊല്ലുന്ന ആളുകളെ കണ്ടുകൊണ്ടല്ല, അല്ലെങ്കിൽ നിഷ്കളങ്കരായ ചെറിയ ഒന്നും തിരിയാത്ത കുട്ടികളെ കണ്ടുകൊണ്ടല്ല, മറിച്ച് യുവാക്കളെ കണ്ടുകൊണ്ടാണ് ആ നാടിനെ കുറിച്ചും കാലഘട്ടത്തെ കുറിച്ചും വരെ അഭിപ്രായം പറയുക. യുവാക്കൾ നന്നായാൽ ആ നാടിന് അഡ്രസ് വിലാസം നന്നായി. യുവാക്കൾ മോശമാണോ, ഈ നാടിന്റെ വിലാസം നഷ്ടപ്പെട്ടു പോയി. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ വിലയിരുത്തൽ. ഓരോ നാടും നിയമപാലകരാകട്ടെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർവേയുടെ അധികാരികളാകട്ടെ, സാധാരണ മനുഷ്യന്മാരാകട്ടെ, സൊസൈറ്റി ഒരു മനുഷ്യ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു നാടിന്റെ ഒരു കാലഘട്ടത്തിന്റെ വിലയിരുത്തൽ നടത്തുന്നത് ആ സമൂഹത്തിലെ യുവാക്കൾ എങ്ങനെ ചലിക്കുന്നു എന്ന് നോക്കിയാണ്. അത്രയും പ്രധാനപ്പെട്ട സമയമാണ് യുവത്വം എന്ന് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ ദീനിൽ യുവാവിനുള്ള പ്രാധാന്യം പറഞ്ഞുകൊണ്ട് നാളെ ആഖിറത്തിൽ അർശിന്റെ തണലല്ലാത്തൊരു തണലില്ലാത്ത നാളിൽ അർശിന്റെ തണല് ലഭിക്കുന്ന വിഭാഗമാരാണ്? ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. സർവ പൈശാചികതയുടെയും ദുർബോധനത്തിന്റെ ഉൾവിളികൾ കൊണ്ട് മലീമസമായ ഒരു കാലഘട്ടത്തിലും പ്രായത്തിലും അതിനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് നന്മയുടെ മാർഗത്തിലേക്ക് തിരിക്കുന്ന അല്ലാഹുവിന്റെ ഇബാദത്തിലായി വളരുന്ന യുവാവുണ്ടല്ലോ, ആ യുവാവ് നാളെ അർശിന്റെ തണലിലാണ്. നോക്ക് നിങ്ങള്, പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ യുവാവ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട അധ്യായം തന്നെയാണ്. ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ആശങ്കകളും ആശകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വളരെ വ്യക്തമായി ഈ വിഷയങ്ങളൊക്കെ വിലയിരുത്തി തന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ഈ പ്രസ്ഥാനമാകുന്ന പരിശുദ്ധ ഇസ്ലാം ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് ആദർശപരമായി, ആശയപരമായി, കർമ്മപരമായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ? ഇല്ല. കാണിച്ചു തരാൻ സാധ്യമല്ല. ആ തരത്തിൽ വളരെ ആശയസമ്പന്നമാണ്, പുരോഗമനപരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം. നിങ്ങൾക്കറിയാം, അഹങ്കാരത്തോടെ ട്രംപ് ഡംപോടെ അധികാരത്തിൽ കയറി അമേരിക്കയിൽ. എന്നിട്ട് പോലും അമേരിക്കയിൽ ഇസ്ലാമിലേക്കുള്ള ഒഴുക്ക് ഇതുവരെ ഒരു തടസ്സവുമില്ലാതെ തുടരുകയാണ്. ലോകത്ത് എല്ലാ രാജ്യങ്ങളുടെയും പുരോഗമനത്തിന്റെ ടേബിളിന്റെ മുമ്പിൽ ചർച്ചയുള്ളത് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചാണ്. ഇസ്ലാം യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പേരിലും മുസ്ലിങ്ങളുടെ പേരിലും അനാവശ്യമായ ചിത്രീകരണം ചില മുസ്ലിം നാമധാരികളുടെ വഴികേടുകൊണ്ട് ലോകത്ത് വെച്ച് പാസാക്കി അവതരിപ്പിക്കാനുള്ള സർവ മീഡിയകളെയും കെട്ടിയെടുത്ത് സാമ്രാജ്യത്വം അതികഠിനമായി ശ്രമിക്കുമ്പോഴും പരന്നൊഴുകുന്ന നദിയാണ് പരിശുദ്ധ ഇസ്ലാം. ഈസ്റ്റും വെസ്റ്റും സൗത്തും നോർത്തും എല്ലാം പരന്നൊഴുകുകയല്ലേ പരിശുദ്ധ ഇസ്ലാം. എന്റെ ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അംഗമായ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച്
എന്തെങ്കിലും നീ യുവാവെന്ന നിലക്കുള്ള നിന്റെ സംശയത്തിന് മറുപടി തരാതെ, ആശങ്കയ്ക്ക് പരിഹാരം കാണാതെ ഏതെങ്കിലും ഒരു വിഷയം ഇസ്ലാമിലുണ്ടോ? ഇല്ല. ഞാൻ വളരെ ശക്തമായി മുസ്ലിം യുവാക്കളുടെ മുന്നിൽ വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ പറയട്ടെ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അത് ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ പറഞ്ഞാൽ മറുപടി പറഞ്ഞല്ലാതെ ഞാൻ പോകുകയില്ല. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? ഇസ്ലാമിനെ കുറിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും ഇസ്ലാമിന്റെ പ്രത്യേകത ഇസ്ലാമിൽ മറുപടിയുണ്ട് എന്നതാണ്. മറുപടി ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ചിലപ്പോ എന്റെ മറുപടി എനിക്ക് അറിഞ്ഞുകൂടാന്നായിരിക്കാം, അല്ലെങ്കിൽ നാളെ ആകട്ടെ കിതാബ് നോക്കി പറയാമെന്നായിരിക്കാം, അല്ലെങ്കിൽ ഉസ്താദുമാരോട് ചോദിച്ചിട്ട് പറയാമെന്നായിരിക്കാം. എന്തായാലും മറുപടിയില്ലാത്തൊരു വിഷയം പരിശുദ്ധ ഇസ്ലാമിലില്ല. അതാണ് മനുഷ്യനിർമ്മിത പ്രസ്ഥാനവും ഭൗതിക തത്വശാസ്ത്രങ്ങളും മീമാംസകളും അതുപോലെ തത്വങ്ങളുമായി ഇതര പ്രസ്ഥാനങ്ങളുമായി പരിശുദ്ധ ഇസ്ലാം വേറിട്ട് നിൽക്കുന്നത്. ഇത് അല്ലാഹുവിന്റെ മതമാണ്. നിന്റെ ഏത് ചേഷ്ടകളും വികാരങ്ങളും വിസ്ഫോടനങ്ങളും അറിയാവുന്നവൻ ഇതിന്റെ സൃഷ്ടാവായ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മതം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം മതം അല്ലാഹുവിന്റേതാണ്. അല്ലാഹുവിന്റെ മതമായതുകൊണ്ട് തന്നെ അതിൽ യാതൊരു സംശയത്തിനും ഇടമില്ല. എല്ലാം ജാമിഉം മാനിഉമായി ഉൾപ്പെടുത്തേണ്ടത് മുഴുവൻ ഉൾപ്പെടുത്തി ഒരു മഹത്തായ പ്രസ്ഥാനം എന്ന നിലക്ക് അനാവശ്യമെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് അനാവശ്യമായി ചൂണ്ടിക്കാണിച്ച് മുൻകർ നിരോധിക്കപ്പെട്ട കാര്യങ്ങളും മഹ്മൂർ കൽപ്പിക്കപ്പെട്ടതും എല്ലാം വേർതിരിച്ച് അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ എല്ലാം വ്യക്തമാക്കി തന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. നിങ്ങൾക്കറിയുമല്ലോ, ഓരോ ദിവസവും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരാരാ? പണ്ടൊക്കെ പൊന്നാനിയിലും തർബിയത്തിലും ഒക്കെ ചെന്നാൽ താഴ്ന്ന ജാതിക്കാരായ ആളുകൾ സവർണ മേധാവിത്വത്തിന്റെ കറുത്ത ചരടുകൾക്കിടയിൽ കിടന്ന് വിഷമിക്കുമ്പോൾ അവരായിരുന്നു കൂടുതലും അത്തരം ക്യാമ്പുകളിൽ ഉള്ളത്. ഇന്ന് അങ്ങനെയല്ല. വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ, വലിയ തത്വശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇസ്ലാമാകുന്ന വഞ്ചിയിൽ കയറിയ നമ്മളോ ഇടയ്ക്ക് വെച്ച് കായലിലൂടെ ചെറിയ ഓളങ്ങൾ മാത്രം കണ്ടെടുത്ത് സഞ്ചരിച്ചു പോവുകയായിരുന്നു. ആ പോകുന്ന സമയത്ത് മറ്റു വള്ളങ്ങളും വഞ്ചികളുമെല്ലാം നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാമായിരുന്നു. ആ സമയത്ത് ബുദ്ധിമാന്മാരായ ആളുകൾ അടുത്ത നിമിഷം ഇത് കടലിന്റെ പ്രതലത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. സുനാമി അടക്കമുള്ള വലിയ അപകടം വരുത്തിയ കടലിന്റെ ആഞ്ഞടിക്കുന്ന തിരമാലകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മറ്റു വഞ്ചികൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ വഞ്ചിയിൽ തന്നെ കടന്നുകൂടണം എന്ന നിയത്ത് അതാ നല്ല ബുദ്ധിയുള്ള ആളുകൾ വെക്കുകയും ഈ വഞ്ചിയിലേക്ക് കടന്നു വരികയും ചെയ്തു. പക്ഷേ ഈ വഞ്ചിയിൽ അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് ചെറുപ്പത്തിലെ അല്ലെങ്കിൽ നേരത്തെ തന്നെ അതിൽ സീറ്റുറപ്പിച്ച നാം അശ്രദ്ധരായി വഞ്ചി എന്തായാലും എന്നെയും കൊണ്ട് പോകുമെന്ന തെറ്റിദ്ധാരണയിൽ ആ വഞ്ചിയുടെ തെല്ലിലേക്ക് കയറിയിരുന്നു. ആ തെല്ലിൽ കയറിയിരുന്നപ്പോൾ കായലിന്റെ അന്തരീക്ഷം മാറി കടലിന്റെ അന്തരീക്ഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ തെല്ലിലിരുന്നവൻ തെറിച്ചു പോകുന്ന അവസ്ഥാവിശേഷമാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്താണ് ആർണോൾഡ് ഇവാൻ ഡൂൺ എന്ന് പറയുന്നയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ സിനിമ ഇറക്കി, നബിതങ്ങളെ നിന്ദിച്ചുകൊണ്ട് സിനിമ ഇറക്കി. അയാൾ അവസാനം എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങേണ്ടി വന്നു. കാരണം സിനിമ ഇറക്കിയ ദിവസം മുതൽ പ്രതിഷേധത്തിന്റെ സ്വരമാഞ്ഞടിച്ചു. പക്ഷേ ഇയാള് പ്രതീക്ഷിച്ചു കുറച്ചു നാൾ കഴിയുമ്പോ ഈ പ്രതിഷേധം അടങ്ങും, പിന്നെ ചൂടപ്പം പോലെ എനിക്ക് സിനിമ വിറ്റഴിക്കാം. കണക്കുകൂട്ടലൊക്കെ തെറ്റി. പ്രതിഷേധത്തിന്റെ സ്വരം ആദ്യത്തെ ദിവസത്തെ അതേ അളവിൽ ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴും നിൽക്കുകയാണ്.
അപ്പോൾ മനസ്സിലായി ഇത് സാധാരണക്കാരനല്ല. ആരാണ്? മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങിയപ്പോൾ ധാരാളമായി പഠിക്കാൻ കിട്ടുന്നു, ലഭ്യമാണ് സോഴ്സുകൾ. ഒരു ക്ഷാമവുമില്ല. കാരണം മൈക്കിൾ ഹാർട്ടൊക്കെ പറഞ്ഞ പോലെ മുഹമ്മദ് വാസ് ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഏക വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ. who was supremely successful on both the religious and secular levels. മതത്തിന്റെയും മതേതരത്വത്തിന്റെയും ലെവലിൽ ഒരേപോലെ വിജയം വരിച്ച ചരിത്രത്തിലെ ഏക വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ. അതുപോലെ രാമകൃഷ്ണ റാവു എന്ന് പറയുന്ന മുസ്ലിം ചരിത്രകാരൻ പറഞ്ഞില്ലേ, പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് എ ഹിസ്റ്റോറിക് പേഴ്സണാലിറ്റി. ചരിത്ര വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ. അവിടെ നിർത്തിയില്ല. Every event of whose life has been most carefully recorded and even the minutest details preserved for the posterity. അതിസ്ഥൂലവും സൂക്ഷ്മവുമായ സ്പന്ദനങ്ങൾ വരെ റെക്കോർഡ് ചെയ്യപ്പെട്ട ചരിത്ര വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിക്ക് മീശ ഉണ്ടായിരുന്നോ എന്നൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മറുപടി ഫീഹി ഖൗലാനി എന്നാണ്. രണ്ട് ഖൗലുണ്ട്, ഉണ്ടെന്നും ഇല്ലെന്നും. അതേസമയം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് വഫാത്താകുമ്പോ താടിയിലും തലമുടിയിലും നരച്ച രോമങ്ങളുടെ എണ്ണം എത്രയായിരുന്നു എന്ന് വരെ വളരെ വ്യക്തമായ റെക്കോർഡിൽ ഇതിലൊരു സൗണ്ട് കൂട്ടിയ പ്ലസ് വളരെ കൃത്യമായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അല്പം കൂടി ഈ റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ എവിടെയും ഒരാളെ കുറിച്ച് കളവ് പറയുന്നയാളെന്ന ധാരണയില്ലാതെ വളരെ വ്യക്തമായി സൂക്ഷിക്കപ്പെട്ട ചരിത്രത്തിലാണ് ഹബീബായ നബി തങ്ങളുടെ നരച്ച രോമങ്ങളുടെ എണ്ണം വരെ റെക്കോർഡിലായി ചരിത്രത്തിൽ സൂക്ഷിക്കുന്നതെങ്കിൽ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചപ്പോൾ, അവിടുന്ന് ക്ലാസ് എടുത്തപ്പോൾ, അവിടുന്ന് ഇരുന്ന് നേതൃത്വം നൽകിയപ്പോൾ, നിന്ന് നേതൃത്വം നൽകിയപ്പോൾ ഏതൊരു ചലനവും വളരെ വ്യക്തമായി റെക്കോർഡ് ചെയ്യപ്പെട്ട നേതാവാണ് മുഹമ്മദ് മുസ്തഫ എന്ന് മനസ്സിലാക്കി ആർണോ ഡിവാൻ ഡൂൺ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു. ഖൂലൂ തക്ബീർ. അയാൾ മദീനയിൽ വന്നു, ഉംറക്ക് വന്നിട്ട് എന്ന് കാണാൻ, കഅബയുടെ കില്ല പിടിച്ചൊന്ന് ദുആയിരക്കാൻ, ഹിജ്ർ ഇസ്മായിലിന്റെ വളപ്പിലൊന്ന് കയറാൻ, മഖാം ഇബ്രാഹിമിന്റെ പിന്നിലൊന്ന് നിസ്കരിക്കാൻ, മീസാബ് സ്വർണ്ണപ്പാത്തിയുടെ താഴെ നിന്നൊന്ന് ദുആയിരക്കാൻ, ആ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് എന്ന കറുത്ത മുത്തൊന്ന് മുത്തി മണക്കാൻ, മതാഫിലൊന്ന് തവാഫ് ചെയ്യാൻ, ഹബീബായ പുന്നാര നബി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് റൗദ ശരീഫിൽ വന്ന് സിയാറത്ത് ചെയ്യാൻ കൊതിയോടെ വരുന്ന ഉംറക്കാരനായി അയാളെത്തി. ഉംറയുടെ അമലുകൾ കഴിഞ്ഞു, മദീനയിലെത്തിയിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, മദീന ഈസ് ദ വേൾഡ് ക്യാപിറ്റൽ ഓഫ് പീസ്. ലോക തലസ്ഥാന നഗരിയാണ്, സമാധാനത്തിന്റെ തലസ്ഥാന നഗരിയാണ് മദീന. ഖൂലൂ തക്ബീർ. ആ സമയത്ത് അയാളുടെ കൈപിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്റെ ചെറുപ്പക്കാരെ ജോർജ് ഗ്രീൻ എന്ന് പറയുന്ന റാപ്പ് സംഗീതജ്ഞൻ. രാത്രികളെ മുഴുവൻ പകലുകളാക്കി നഗ്നകളായ സ്ത്രീകളോടൊപ്പം രാത്രി അടിച്ചു പൊളിച്ച് ജീവിതം നയിച്ച റാപ്പ് സംഗീതജ്ഞനായ ജോർജ് ഗ്രീൻ പരിശുദ്ധ ഷഹാദത്ത് കലിമ ചൊല്ലി വൃത്തികെട്ട ജോലി വലിച്ചെറിഞ്ഞ് അല്ലാഹുവിന്റെ ഇഷ്ടദാസനായി മാറി. ഖുലൂ തക്ബീർ.
നാം മനസ്സിലാക്കണേ, യഥാർത്ഥത്തിൽ അല്ലാഹു ഹിദായത്ത് കൊടുക്കുമ്പോൾ ഏത് കച്ചറയിൽ കിടന്നവരാണെങ്കിലും അല്ലാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന രംഗമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് ബുദ്ധിമാന്മാര് പരിശുദ്ധ ഇസ്ലാമിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ചിലര് മുസ്ലിമായി ജനിച്ചു, പക്ഷേ മുസ്ലിമായി മരിക്കാൻ കഴിയാത്ത ആ തരത്തിലുള്ള ജീവിത ചിട്ടയിലേക്ക് അവൻ വൈകൃതം വന്നുപോയി. ഇവരെ താക്കീത് ചെയ്തുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം എപ്പോഴും പറയുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഈ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയിരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും, ഈ ആയത്ത് ഞങ്ങൾ എപ്പോഴും കേൾക്കുന്നതല്ലേ, വലിയ ഗൗരവം തോന്നൂല. അതേ സമയത്ത് ഈ ആയത്ത് ഇറങ്ങിയ പശ്ചാത്തലത്തിൽ മദീന മുനവ്വറയിൽ കണ്ട പരിവർത്തനം എന്താണെന്നറിയുമോ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ? അതാ 100% തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കണേ മോമിനെ, ഇല്ലെങ്കിൽ മുസ്ലിമായി മരിക്കാൻ പറ്റൂല. ഈ പ്രഖ്യാപനം വന്നപ്പോൾ സഹാബത്ത് മുഴുവൻ കടകൾ അടച്ചുപോയി. വാണിജ്യ വ്യാവസായിക രംഗങ്ങളിൽ നിന്ന് മാറി ഒരിടപാടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അറിയാതെ മനഃപൂർവമല്ലാതെ പോലും ഒരു പെശക് വന്നാൽ തഖ്വ 100% കിട്ടിയില്ലെങ്കിൽ മുസ്ലിമായി മരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് കച്ചവടത്തിന് ഞങ്ങളില്ല, ക്രയവിക്രയത്തിനില്ല, തൊഴിലുകൾക്കില്ല. പള്ളിയിൽ പകുതി പേര് ഇബാദത്തിലായി കഴിഞ്ഞുകൂടി, ബാക്കിയുള്ളവര് വീട്ടിലേക്കകത്ത് കയറി ഭാര്യയും മക്കളെയും വിളിച്ചിരുത്തി അവരും ഇബാദത്തിലാണ്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അന്ന് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വന്ന് അമീറുൽ മുഅ്മിനീനായി റസൂലുള്ളാഹിന്റെ സഹാബിയാണ്. പക്ഷേ പഠനം നടത്തുന്നതിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, അഥവാ പാർട്ണർഷിപ്പിലായിരുന്നു. ബിസിനസ് പോലെ പഠനവും. അതായത് ഒരു ദിവസം നീ വിറക് ശേഖരിക്കാൻ പോകണം, ഞാൻ അന്ന് റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ നിന്ന് കിട്ടുന്നതൊക്കെയും ശേഖരിക്കും, എന്നിട്ട് വൈകുന്നേരം നിങ്ങൾക്കിത് ഫുള്ള് പകർന്നു തരും. വിറക് വിറ്റ് കിട്ടുന്ന പൈസയുടെ പകുതി എന്റെ ഉപജീവനത്തിന് തരണം. ഇത് ഉമറുൽ ഫാറൂഖ് തങ്ങളൊരു സഹാബിയുമായി പാർട്ണർഷിപ്പായിരുന്നു. ഇങ്ങനെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പിറ്റേന്ന് വിറക് വെട്ടാൻ പോകും. പകുതി പൈസ കൂട്ടുകാരന് കൊടുക്കും. കൂട്ടുകാരൻ കേൾക്കുന്ന ദീനിയായ വിജ്ഞാനം മുഴുവനും റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ നിന്ന് കിട്ടുന്നത് ഉമറുൽ ഫാറൂഖിന് നൽകണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് നൽകണം. ഇങ്ങനെ വിറക് വെട്ടാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോയ ദിവസമാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്, വിറകുമായി തിരിച്ചു വരുമ്പോ മദീനത്തൊരൊറ്റ കട തുറന്നിട്ടില്ല. അവിടെ എല്ലാം പരിധി നോക്കി, എവിടെ ഒരു കടയും കാണാനില്ലല്ലോ, ഒരു കടയും തുറന്നിട്ടില്ല. വീടുകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു. പരിചയമുള്ള ചില വീടുകളിൽ ചെന്ന് തട്ടി, പക്ഷേ വാതില് തുറക്കുന്നില്ല. കാരണം സഹാബത്ത് സംശയിച്ചിരിക്കുന്നത് വാതില് തുറന്നാൽ കാണുന്നത് ഹറാമായാൽ തഖ്വക്ക് പോർലേൽക്കുമോ എന്ന പേടിയാണ് കേട്ടോ. അവസാനം ഒരു വാതിലിൽ ചെന്ന് മുട്ടിയിട്ട് പറഞ്ഞു, അന ഉമർ ഇഫ്തഹിൽ ബാബ്, മര്യാദയ്ക്ക് വാതില് തുറക്കുക, ഞാൻ ഉമറാണ്. അത് കേട്ടപ്പോൾ വാതിൽ തുറന്നു. ഉടനെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുകയാണ്, മദീനത്തെ അങ്ങാടിയിൽ ഒരൊറ്റ കട തുറന്നിട്ടില്ലല്ലോ, ആരാണ് ഇവിടെ ബന്ദ് പ്രഖ്യാപിച്ചത്? ആരാണ് ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്? അന്ന് നമ്മുടെ നാട്ടിലുള്ളത് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടികളുമുള്ള കാലഘട്ടമല്ല.
മദീന മുനവ്വറ റസൂലുള്ളാഹിന്റെ കാൽപാദത്തിന് കീഴിൽ സ്വച്ഛന്തമായി നടക്കുന്ന സ്ഥലമാണ്. അവിടെ ആര് ബന്ദ് പ്രഖ്യാപിക്കാനാണ്? ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ സഹാബി ചോദിച്ചു, ഒരു കടയും തുറന്നിട്ടില്ല ഉമറേ. ഞാൻ എന്റെ കട തുറക്കാതിരുന്നത് 100% തഖ്വ പാലിച്ചില്ലെങ്കിൽ മോമിനായി ഭരിക്കാൻ കഴിയില്ലെന്ന വാണിംഗ് വന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ കട തുറക്കാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് അത് പറഞ്ഞ ഉടനെ അതാ ഈ വീട്ടുകാരൻ കതകങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. കാരണം ഉമറുൽ ഫാറൂഖ് തങ്ങളാണെങ്കിലും ആ ഉമറുൽ ഫാറൂഖിൽ നിന്ന് എന്തെങ്കിലും ഒരു നിരൂപണം വന്നാൽ, ഒരു മറുപടി വന്നാൽ അത് കേട്ടു നിൽക്കുന്നതെന്റെ തഖ്വയെ ബാധിക്കുമോ എന്ന് പോലും ആ സഹാബി പേടിച്ചുപോയി. നേരെ ഹബീബായ നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക്, ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. ഞങ്ങളുടെ നാട്ടില് റമാങ്കൂസ് എന്ന് പറഞ്ഞിട്ടൊരു വാഹനം, ഒരു സ്റ്റിയറിംഗും 4 വീലും ഒക്കെ ഉണ്ട്. പക്ഷെ ടയർ ഇല്ലാത്തതുകൊണ്ട് ഈ കയറ്റം വരുമ്പോ ഊന്ന് പറഞ്ഞ് തള്ളിക്കൊടുക്കും. അതുപോലെ തള്ളിക്കരുത്, ഉറക്ക സ്വലാത്ത് ചൊല്ലുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദ്റത്തിലേക്ക് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങ് ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, നബിയേ ഇത് കഴിയൂല നബിയേ, ഒരൊറ്റ കട തുറന്നിട്ടില്ല നബിയേ. വാണിജ്യ വ്യാവസായിക രംഗങ്ങളിൽ ഈ സമുദായം ശൂന്യമായി പോകും നബിയേ. ഇതിവിടെ വിഷമമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ നീയാണ് കാരണക്കാരൻ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണമെന്നറിയുമോ? എന്തേ ഉമറേ ക്ലാസ്സിന് ആബ്സെന്റ് ആയി? ക്ലാസ്സിലുണ്ടായിരുന്നെങ്കിൽ ഈ കുഴപ്പം വരുമായിരുന്നില്ലല്ലോ എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി. കാരണം ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് പല ആനുകൂല്യങ്ങളും ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞ ഉടൻ ഫനസലൽ അമീനു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, നബിയേ അടുത്ത വന്നതാണ്, ഇത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി 100% നിങ്ങൾ തഖ്വ ചെയ്യണേ. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്നതിന്റെ മഅന ഇത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി 100%. ഒരു പോരായ്മയും മനഃപൂർവ്വം വരാതെ അറിയാതെ എന്തെങ്കിലും ചെറിയ പെശക് വന്നു പോയെങ്കിൽ, മോനെ ആ ചെറുപ്പക്കാർക്ക് ഇവിടെ കസേര ഉണ്ട്, 2-3 കസേര, പെട്ടെന്ന് വരും. അങ്ങനെ അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വ്യക്തമായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമർ എന്തുകൊണ്ടാണ് അവിടെ ഇല്ലാതിരുന്നതെന്ന് ചോദിക്കേണ്ട താമസം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്റെ വിശദീകരണം ആനുകൂല്യത്തോടെ നൽകുകയാണ്. ഇത് കേട്ട ഉടനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീടുകളിലും പള്ളിയിലും ചെന്നിട്ട് പറഞ്ഞു, ആരവിടെ? ഇറങ്ങൂ പുറത്ത്. അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്, സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ, കച്ചവടത്തെ ഹലാലാക്കിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കച്ചവടത്തിന് തടസ്സമില്ല. കണ്ടോ, ഒരായത്തിറങ്ങിയപ്പോഴുണ്ടായ പരിവർത്തനത്തിന്റെ മേഖല. ഇതെന്തുകൊണ്ടാണ് ചെറുപ്പക്കാരെ നമുക്കില്ലാതെ പോയത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസ്ഥാനത്തിന് ഒരു ചെറിയ ന്യൂനത പോലുമില്ല. പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായ റസൂലുള്ളാഹി തങ്ങൾ ലോകം മുഴുവൻ ഒരുപോലെ അംഗീകരിക്കപ്പെടുന്ന നേതാവാണ്. നമ്മുടെ മഹത്തായ മതത്തിന്റെ ശാസനയും മനുഷ്യന് പ്രയോഗവൽക്കരിക്കാൻ ഒരു പ്രയാസവുമില്ല. ഇതെല്ലാം അനുകൂലമായി ഉണ്ടായിട്ട് ശരിയായ യുവാവിന് അർശിന്റെ തണലിൽ ഈ ഓഫറുകൾ മുഴുവൻ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് യുവത്വം തെറ്റിപ്പോകുന്നത്? എന്താണ് ചിലരെങ്കിലും മാറി സഞ്ചരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇന്ന് സുബ്ഹാനല്ലാഹ് വല്ലാത്തൊരവസ്ഥ തന്നെ. 14 വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ
സ്വന്തം ഉമ്മയ്ക്ക് രക്ഷയില്ലാത്ത വാർത്തയും പത്രത്തിൽ കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് വിശദീകരിക്കാൻ ലജ്ജ തോന്നുകയാണ്. വിശദീകരിക്കുന്നില്ല. ഒരു അന്വേഷണ കുതുകിയായ ഒരു ക്രിമിനൽ മൈൻഡുള്ള കുട്ടിയുടെ മുന്നിലേക്ക് അത് ഇട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പോലുമുള്ള സാമാന്യ ബോധമില്ലാതെ വളരെ മരവിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, മാതാവും പിതാവും ചിന്തയില്ലാത്ത മക്കളും. ഈ കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പാണ് മലയാള മനോരമയിൽ ഫസ്റ്റ് ലീഡിംഗ് ന്യൂസ് നമ്മുടെ കേരളത്തിൽ 10 പ്രസവിച്ച ഉമ്മ പെരുവഴിയിൽ. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം കുടുംബത്തിന്റെ പശ്ചാത്തലമാണ്. മൂവാറ്റുപുഴ എന്ന പ്രദേശത്ത് ദീനിയായ നല്ല ബോധം അല്ല, ഒരു ബോധവുമില്ലാത്ത ഫാമിലിയിൽ നിന്ന് സംഭവിച്ചത്. ഈ ഉമ്മ വൃദ്ധസദനത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. അവരങ്ങനെ കിടക്കുമ്പോൾ വളരെ ചുരുക്കി പറയാം, മകന്റെ മകളുടെ കല്യാണം അവരും അറിഞ്ഞു, ഇങ്ങനെ കല്യാണം നടക്കാൻ പോകുന്നു. യഥാർത്ഥത്തിൽ അയാൾ ഒരു പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്ന ആളാണ്, രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. കല്യാണ വാർത്ത അറിഞ്ഞ് ഡേറ്റ് മനസ്സിലാക്കി ഈ തള്ള എന്തു ചെയ്തു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലേന്ന് മുതൽ അന്തേവാസികളായ സുഹൃത്തുക്കളോട് പറഞ്ഞു, എന്റെ പേരക്കുട്ടിയുടെ കല്യാണമാണ്, ഞാൻ നാളെ പോകും, എന്നെ വിളിക്കാൻ വരും. കാരണം അവൾ ഉറക്കമിളച്ചത് അവളുടെ ഉമ്മയും ബാപ്പയുമല്ല, ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പൊന്നുമോള് മിന്നുകെട്ടുന്നതിന് മുമ്പ് ഈ ഉമ്മാമയെ കൊണ്ടുവരണമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ എന്തായാലും നാളെ കല്യാണത്തിന് പോകും. അവരുടെ ഡ്രസ്സുകൾ അവരലക്കി പില്ലോയുടെ അടിയിൽ, തലയിണയുടെ അടിയിൽ വെച്ചിട്ട് ഇസ്തിരിയിട്ടതുപോലെയൊക്കെ ക്ലിയർ ചെയ്ത് വളരെ ആവേശത്തോടെ കുളിച്ച് വൃത്തിയായി നിറഞ്ഞ കണ്ണുകളോടെ കണ്ണുകൾ തുറന്ന് മനസ്സ് നിറഞ്ഞ് കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും അസൂയ തോന്നുന്ന ഒരു കാത്തിരിപ്പ്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞു, വിവാഹത്തിന്റെ സമയത്തോടടുത്തു. അപ്പോൾ ഈ തള്ളയുടെ മുഖം വാടാൻ തുടങ്ങി. കുറെ കൂടി കഴിഞ്ഞപ്പോൾ അതൊരു ഇടിപ്പടക്കമായി മാറി, പൊട്ടിയൊലിച്ചു കണ്ണിൽ നിന്ന്. ആ കണ്ണുനീരും ഏങ്ങലടിയും അത് അന്തേവാസികളെ മുഴുവനും കരയിപ്പിച്ചു. വൈകുന്നേരം വരെ അവര് കരഞ്ഞു, അസ്വസ്ഥമായി. വൈകുന്നേരം 4 മണിക്ക് ശേഷം കവലയിലേക്ക് ഇറങ്ങി വന്ന ഈ വൃദ്ധസദനം നടത്തുന്ന ജോസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ സുഹൃത്ത്, അയാൾ ഈ ഹമുക്കിനെ കണ്ടു. മോനെ കണ്ടപ്പോ ചോദിച്ചു, സാർ നിങ്ങള് ഒന്ന് വന്ന അമ്മയെ ഒന്ന് കൊണ്ടുപോയി കല്യാണ സദസ്സിൽ, അല്ലെങ്കിൽ അന്നേരം ഒന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. വലിയ വിഷയമായി പോയി അവിടെ. അവര് കൂട്ടക്കരച്ചിലായി. മാത്രമല്ല അന്തേവാസികളൊക്കെ കരഞ്ഞു. എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേക്ക് ഷട്ട് അപ്പ് എന്ന് പറഞ്ഞ് അടുത്ത ഇംഗ്ലീഷിൽ തെറി വിളിക്കുകയാണ്. നീ ആരാണ് സംസാരിക്കാൻ? ഞാനിങ്ങനെ ഒന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ, നിങ്ങൾ എന്തിനാണ് എന്നെ ചീത്ത വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ തല്ലു കൊടുത്തു. നിന്റെയൊക്കെ വൃദ്ധസദനമെല്ലാം ഞാൻ പൊട്ടിക്കുമടാ എന്നൊരു ആക്രോശവും രാഷ്ട്രീയ തിമിരം ബാധിച്ച ചെറുപ്പക്കാരൻ കൊടുക്കുകയാണ്. എന്തായിരുന്നാലും ജോസ് അവിടുന്ന് പ്രതികരിക്കാനൊന്നും നിൽക്കാതെ തിരിച്ചു പോന്നു. അയാൾ വൃദ്ധസദനത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഉമ്മ എക്സ്ക്യൂസ് മീ, ഉമ്മ ഇവിടുന്ന് പുറത്തു പോകണം ഉമ്മ. കാരണം നിങ്ങളുടെ മകൻ എന്നെ കവലയിൽ വെച്ച് തല്ലിയിട്ടുണ്ട്. അത് പോട്ടെ, ഇവിടെ വന്നത് നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടായാൽ ഈ അന്തേവാസികൾ മുഴുവൻ അനാഥരായി മാറും. ഇവർക്ക് താമസിക്കാൻ പോലും സ്ഥലമില്ലാതാകും. അതുകൊണ്ട് എന്റെ പൊന്നുമ്മ ഞങ്ങളോട് കെറിയിക്കരുത്, ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. ആ തള്ള എവിടുന്ന് ഇറങ്ങി. ആ തള്ള ഇറങ്ങിയപ്പോൾ വഴിയിൽ വെച്ച് സന്നദ്ധ സംഘടനകളുടെ ചില ആളുകൾ കണ്ടു. വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI ഈ മകനെ വിളിപ്പിച്ചു. അയാൾ വന്ന് ചോദിച്ചു, എന്താണ്? നിങ്ങളുടെ മദറല്ലേ ഇത്, വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഉടൻ SIയോട് കയർത്ത സ്വരത്തിൽ അയാൾ ചോദിച്ചു, ഈ തള്ളയ്ക്ക് 10 മക്കളുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്നെ മാത്രം വിളിക്കാനുള്ള കാരണം? ഞാൻ കൊണ്ടുപോകില്ല. ഈ തള്ളയെ വേണമെങ്കിൽ ലോക്കപ്പിലിട്ടോളൂ, ഭക്ഷണം കൊടുക്കുന്ന പൈസ ഞാൻ തരാം. ഇത് പറഞ്ഞിട്ട് ഈ SIക്ക് പ്രതികരിക്കാനൊന്നും കഴിയുന്നില്ല.
കാരണം മറുഭാഗത്ത് പൊളിറ്റിക്സിൽ കുറച്ച് സ്വാധീനമുള്ള ആളും കൂടിയല്ലേ. എസ് ഐ എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്നു. മകൻ ശൗര്യത്തോടെ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ ക്ഷീണത്തിലാണ്. രണ്ടുപേരെയും ജസ്റ്റ് ഒന്ന് മാറി മാറി നോക്കി. ഈ തള്ള ഉറച്ച ഒരു തീരുമാനത്തോടെ കയ്യിൽ പിടിച്ച കീസുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ഫോട്ടോയാണ് മനോരമ ഒപ്പിയെടുത്ത് ലോകം മുഴുവൻ ഫസ്റ്റ് ലീഡിംഗ് ന്യൂസായി കൊണ്ടുവന്നത്. ആ തള്ളയുടെ വേഷം ഒരു കള്ളി മുണ്ടുടുത്തിട്ടുണ്ട്, ഒരു കുപ്പായം ഇട്ടിട്ടുണ്ട്, ഒരു കവണി തലയിൽ തട്ടമിട്ടത് രണ്ട് സൈഡിലേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അവരുടെ കൈകാലുകൾക്കൊന്നും തകരാറില്ല. അവര് നടന്ന് ഇറങ്ങുന്ന രംഗമാണ് ഈ പത്രത്തിലെ ഫോട്ടോയിൽ വന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏത് സമുദായത്തിന്റെ പേരുള്ള ആളാ ഈ ചെയ്തു കൂട്ടിയത്? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതൃപാദത്തിൻ കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച ഹബീബായ മുഹമ്മദ് മുസ്തഫ. എത്രമാത്രം ഉറക്ക വിളച്ച് വളർത്തിയ ഉമ്മയാണ്. താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന നിലയിൽ ആറ്റുനോറ്റ് കാത്ത ഉമ്മയാണ്. മോനെ, നീ നാളെ വയസ്സായ ഒരു തന്തയാകുമടാ. ആ പെൺമക്കളോട് പറയാനുള്ളത്, നിങ്ങളും ഒരു ഉമ്മയാകുമടി. ഈ ഒരവസ്ഥാവിശേഷം നിനക്ക് ദുനിയാവിൽ തന്നെ പടച്ചറപ്പ് തന്ന് ശിക്ഷിച്ചു കളയും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 2 മാസം പ്രായമാകുന്ന സമയത്ത് ആ ഉമ്മക്ക് നല്ല ആരോഗ്യമില്ലേ? ഉമ്മയുടെ വിരലുകൾ നല്ല സ്ട്രോങ് അല്ലേ? ആ സമയത്ത് നിന്റെ കഴുത്തിലേക്കൊന്ന് ഞെക്കിയിരുന്നെങ്കിൽ നീ ഇന്ന് സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളിയാകുമോ? തങ്ങളും മുസ്ലിയാരും അതുപോലെ പ്രസിഡന്റ് സെക്രട്ടറിയും ഒക്കെ ആകുമോ? പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ സമയത്ത് ആറ്റുനോറ്റ് കാത്ത ഉമ്മയാണ്. അവരുടെ മടിയിലേക്ക് മൂത്രവിസർജനം നടത്തുന്നതിന്റെ ക്രമം തെറ്റിപ്പോയാൽ എന്നെ മൂത്രിച്ചില്ലല്ലോ എന്നല്ല, എന്റെ കുഞ്ഞിന് മൂത്ര തടസ്സമുണ്ടോ എന്ന് ചിന്തിച്ചെടുത്തോടിയിരുന്ന തള്ളയാ. ഇങ്ങനെ എന്തെല്ലാം തരത്തിൽ കഷ്ടപ്പെട്ട തള്ളയാണ്. ആ തള്ളയോടങ്ങനെ കാണിക്കാൻ മാത്രം മരവിച്ച മനസ്സ് ഈ യുവാവിനെങ്ങനെ കിട്ടി? നിങ്ങൾ ആലോചിച്ചു നോക്ക്. മാത്രമല്ല, ഇസ്ലാമിക ശരീഅത്തിന്റെ വ്യക്തമായ ശാസനം ഉണ്ടായിരുന്നിട്ട് പോലും ഈ വഴിക്ക് ചിന്തിച്ചു പോയില്ലേ? മോനെ, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് അതാ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കഅബ തവാഫ് ചെയ്യുന്ന സമയം ഒരു ചെറുപ്പക്കാരൻ തന്റെ തോളിൽ ഒരു മഞ്ചലുമായി കഅബ ചുറ്റുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, മോനെ, നിന്റെ തോളിലെ മഞ്ചലിൽ എന്താണ്? അതെന്റെ ഉമ്മയാണ്. ശൈഖ് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങളോട് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് ആ ചെറുപ്പക്കാരൻ, എന്റെ ഉമ്മയാണ്. ഞാൻ അങ്ങ് മിസ്റിൽ നിന്ന് കൊണ്ടുവരികയാണ്, ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഈജിപ്തിൽ നിന്ന് ഞാൻ വരുന്ന വഴിക്കുള്ള ബസാറുകളിലൊക്കെ സിയാറത്ത് ചെയ്യിപ്പിച്ച് പുന്നാര ഹബീബ് സയ്യിദുൽ വജൂദി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്നുകൂടി ഉറക്കെ, കുറഞ്ഞ മിനിറ്റുകൾ കൂടി. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു റൗള ശരീഫിലും ഞാൻ എത്തി. എന്നിട്ട് അവിടമെല്ലാം സിയാറത്ത് ചെയ്ത് ഇവിടെ വന്ന് ഹജ്ജിന്റെ അമലുകൾ പൂർത്തിയാക്കി വിദാഇന്റെ തവാഫിലാണ് തങ്ങളെ. ഇത് മുഴുവനും എന്റെ തോളിലിരുത്തിയാണ് എന്റെ ഉമ്മയെ ഞാൻ ചെയ്യിപ്പിച്ചത്. എന്റെ കടപ്പാട് ഞാൻ നിർവഹിച്ചവനായോ എന്ന് ചോദിച്ചപ്പോ ഹസൻ ബസ്രി തങ്ങള് പറയുന്നു, മോനെ, ഈജിപ്തിൽ നിന്നല്ല, സൂര്യൻ ഉദിക്കുന്ന ഗിരി മുതൽ അസ്തമാന ചക്രവാളം വരെ നിന്റെ ഉമ്മാനെ തോളിലേറ്റി നടന്നാലും, നിന്റെ ഉമ്മ നിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, ഗർഭം ധരിച്ച സമയത്ത് 4 മാസമായപ്പോ നിനക്ക് റൂഹ് നൽകി, നിനക്ക് ചലനം നൽകി. അതിനുശേഷം 5 മാസക്കാലത്തോളം
നീ ആ വയറ്റിൽ കിടന്ന് ഉമ്മയുടെ പള്ളയിൽ കിടന്ന് കുറെ കസരത്തുകൾ കാണിച്ചില്ല മോനെ. ആ സമയത്ത് നിന്റെ ഒരു ടേണിങ്ങിന്റെ സമയം അനുഭവിച്ച അവരുടെ പെയിനുണ്ടല്ലോ, അവരുടെ വേദന അതിന് തുല്യമാകില്ല. ഉദയഗിരി മുതൽ അസ്തമാന ചക്രവാളം വരെ നിന്റെ മാതാവിനെ നീ ആ മഞ്ചലിലേറ്റി തോളിലേറ്റി നടന്നാൽ തങ്ങള് പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് ഗൾഫുകാരനായ ഒരു സുഹൃത്ത്, ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുമ്പോഴൊക്കെ ഇവൾ അവനോട് ഈ ഉമ്മയുടെ ശല്യത്തെ കുറിച്ച് ഇങ്ങനെ പറയലാണ്. അമ്മായിയമ്മയുടെ പോര് പലയിടത്തും കേൾക്കുന്നത് കൊണ്ട് അതങ്ങ് വിശ്വസിച്ചു പോയി. നാട്ടിൽ വന്നപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, ഇവനോട് പറഞ്ഞു, ഈ കിളവിയെ കൊണ്ട് കളയാൻ നമുക്ക് എന്റർടൈൻമെന്റ് ഇല്ല, നമുക്ക് എൻജോയ്മെന്റ് ഇല്ല. ഈ നമുക്കത് കേട്ടു. ഈ ഉമ്മാനെ കൊണ്ടുപോയി കൊടും കാട്ടിനുള്ളിൽ കൊണ്ടുപോയി കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പറയാനുള്ളൊരു പോയിന്റ് എന്താണെന്നറിയോ? ഈ ഉമ്മമാര് നേരത്തെ പറഞ്ഞ് ചെയ്ത ഖിദ്മത്തുകൾ മാത്രമല്ല, അവരുടെ ഖൽബിന്റെ ഉള്ളിൽ അതേ ഇപ്പൊ ഉമ്മമാരെ കുറിച്ച് പറഞ്ഞപ്പോ ചിലരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണുന്നുണ്ട്. കണ്ണ് നനഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അവരുടെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും മോനെ. പക്ഷേ മരണപ്പെട്ടവരുടെ അരികിൽ പോയോ അല്ലാതെയോ അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആയിരുന്നോളൂ. ആ പാഴ്സൽ അവർക്ക് കിട്ടുമ്പോ ഉമ്മാന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുകയാണ്. അങ്ങനെ ഉമ്മമാരുടെ പൊരുത്തം പൂർണ്ണമായി ലഭിച്ചേ പറ്റൂ. ഉപ്പമാരുടെ പൊരുത്തം കിട്ടിയേ പറ്റൂ. ഉസ്താദുമാരുടെ പൊരുത്തം കിട്ടിയേ പറ്റൂ. അതേസമയം ചിലര് പറയും, ഞാൻ ഉമ്മയോട് വരെ വളരെ കയർത്താണ് നിൽക്കുന്നത്, എനിക്ക് സ്വന്തം ഐഡിയ ഉള്ള ആളാ, ഞാൻ ഉമ്മ പറഞ്ഞാലും കേൾക്കൂല, വാപ്പ പറഞ്ഞാലും കേൾക്കൂല. എടാ നമുക്ക് നിന്നെ ആരാണ് വളർത്തിയെന്ന് ചിന്തിക്കാതെ നിന്റെ വാഗ്വാദം, നിന്റെ വീരവാദം അത് വേണ്ട. അവരുടെ പക്ഷേ കൽബിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനം എന്താണെന്ന് പറയാൻ ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ കാട്ടിൽ കൊണ്ടുപോയി കളഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ കാട്ടിനുള്ളിലൂടെ ഒരു ദാക്കിറായ മനുഷ്യൻ, ഒരു സൂഫിയായ മഹാൻ ദിക്ർ ചൊല്ലി ആ വെള്ളം കുടിച്ച്, അരുവിയിലെ വെള്ളം കുടിച്ച് പച്ചില തിന്ന് ജീവിക്കുന്ന സൂഫിയായ ഒരു മഹാൻ ഈ തള്ളയുടെ കരച്ചില് കേൾക്കുകയാണ്. ആ തള്ളയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, ഉമ്മാ, നിങ്ങൾ ഈ കാനനത്തിനുള്ളിൽ എങ്ങനെ എത്തി ഉമ്മ? ഈ വനത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെ പെട്ടു ഉമ്മ? എന്തിനാണ് നിങ്ങൾ കരയുന്നത് ഉമ്മ? ആ സമയത്ത് ആ തള്ള പറയുന്നു, മറ്റൊന്നുമല്ല, എന്റെ മകൻ അവൻ നിരപരാധിയാണ്, അല്ലെങ്കിൽ അവന്റെ കുറ്റം തന്നെ അവന്റെ ഭാര്യ പറഞ്ഞത് കേട്ടുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞതാ. പക്ഷേ ഞാൻ കരയുന്നത് എന്റെ കാര്യം ഓർത്തിട്ടല്ല. ഇങ്ങോട്ട് വന്നപ്പോൾ അവന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. ഒരു വന്യമൃഗവും അവനെ ആക്രമിച്ചിട്ടില്ല, ഒരു അപകടത്തിലും അവൻ പെട്ടിട്ടില്ല. പക്ഷേ അവൻ എന്നെ നിഷ്കരുണം ഇവിടെ കൊണ്ടുവന്നാക്കിയവനാണെങ്കിലും നൊന്തു പ്രസവിച്ച ഞാൻ എന്റെ മകന്റെ തിരിച്ചുപോക്കിനെ കുറിച്ച് ചിന്തിച്ചാണ് കരയുന്നത്. ഞാൻ ഖബറിലേക്ക് കാലു നീട്ടുന്ന പ്രായമായി, പക്ഷേ എന്റെ മകൻ ചെറുപ്പക്കാരനാണ്. അവൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവനൊരു അപകടവും പറ്റിയിട്ടില്ല, ഞാൻ കൂടെയുണ്ട്. തിരിച്ചു പോയപ്പോ എന്റെ പൊന്നുമോൻ തനിച്ചാണല്ലോ പോയത്. അവനെ വല്ല വന്യമൃഗങ്ങളും ആക്രമിച്ചു പോയോ എന്ന് ചോദിച്ച് കരയുകയാണ്. ഇതാണ് കരയാനുള്ള കാരണമെന്ന് ആ തള്ള പറയുകയാണ്. എന്റെ ചെറുപ്പക്കാരെ, ഈ മനസ്സിന്റെ അടിത്തട്ടിൽ
വല്ലാത്ത സ്നേഹം നമ്മളോടുള്ള ഉമ്മയാണ്. ചിലപ്പോ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും പറയുമ്പോ ചൂടായി പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശകാരിക്കലുണ്ടാകും. അതൊന്നും അവരുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള സ്നേഹത്തിന്റെ കൊട്ടാരത്തെ ചലിപ്പിക്കൂല. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കി ഉമ്മയോടുള്ള പൊരുത്തം അത് നാളെ ആഖിറത്തിന്റെ വലിയ രക്ഷയ്ക്കുള്ള വിജയത്തിനുള്ള നാന്ദിയാണ്. ഞാൻ ഇന്നലെ രാത്രി എന്റെ കൊല്ലത്തു നിന്ന് യാത്ര തിരിച്ചതാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നത് വരെ ഒരല്പനേരം റെസ്റ്റ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് അല്പമെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ അതെന്റെ ഉമ്മ ദുആയിരക്കുന്നത് കൊണ്ടാണ്, സംശയമില്ല. നേരത്തെ പറഞ്ഞ എന്റെ ഇളയ അനുജൻ ഇന്ന് ഞാൻ വലിയൊരു ടെൻഷൻ അനുഭവിച്ച ദിവസമാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തൃശ്ശൂരിൽ വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല എവിടെയാണ് വണ്ടി എത്തിയതെന്ന്. എന്റെ വാഹനം ഇങ്ങോട്ട് വരുന്നു, അനുജന്റെ വാഹനം ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ തൃശ്ശൂരിൽ എവിടെയോ ഒരു സ്ഥലത്ത് ടൗണിന്റെ ഹൃദയഭാഗത്ത് നിർത്തി ഡ്രൈവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് ആ സ്ഥലം കണ്ടെത്തിയത്. ഞാൻ ഇറങ്ങിയ ഉടനെ ഫാറൂഖിനോട് ചോദിച്ചു, എവിടെയാണ് ഈ സ്ഥലം? എനിക്കും അറിഞ്ഞുകൂടെയിക്ക, ഞാനും കിടന്നുറങ്ങിയതായിരുന്നു. അങ്ങനെ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ തൃശ്ശൂർ ടൗണ് കഴിഞ്ഞു, കുണ്ടന്നൂരിനടുത്താണെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ അങ്ങനെ സംസാരിക്കാൻ സമയം കിട്ടാത്തവരെന്നുള്ള നിലക്ക് ഒരു 10-15 മിനിറ്റ് ഫാറൂഖിന്റെ വണ്ടിയിൽ കയറിയിരുന്ന് സംസാരിച്ചിട്ട് അവര് വിട്ടു. ഞങ്ങൾ ഇങ്ങോട്ടും പോരുന്നു. കുണ്ടന്നൂര് സിഗ്നലിൽ കൊണ്ടുപോയി വണ്ടി നിർത്തുമ്പോൾ ആ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസിന്റെ പുറകിലാണ്. നിർത്തിയിട്ടിരുന്ന സമയത്ത് വലിയ ഒരു ലോഡ് കയറ്റിയ ലോറി ബാക്കിൽ വന്ന് ഇടിച്ച് കയറി വളരെയധികം സീരിയസ് ആയ ഒരപകടം ഉണ്ടായി. അതേസമയം അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് അതിൽ സഞ്ചരിച്ച ഫാറൂഖ് നഈമി അടക്കം 4 പേർക്കും ഒന്നും സംഭവിച്ചില്ല. വാഹനം നന്നായി തകർന്നു. ഇപ്പൊ ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വാട്സപ്പിലെല്ലാം വാഹനം വന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ രാവിലെ മുതൽ ആരോടും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ വാഹനത്തിന്റെ ചിത്രം വരുമ്പോ ആരും ബേജാറായി പോയി. അതിൽ ഈ വിഷയം ഉമ്മ വിളിച്ചു പറഞ്ഞ ഉടനെ ഞാൻ അനുജനെ വിളിക്കുമ്പോ പറഞ്ഞു, നമ്മൾ തമ്മിൽ തൃശ്ശൂരിൽ വെച്ച സംഭാഷണം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ ആ കിടന്നതുപോലെ കിടന്നിരുന്നെങ്കിൽ, നേരെ ഇരിക്കാതിരുന്നെങ്കിൽ ബാക്കിലെ ആ ഇടി സാരമായി പരിക്ക് പറ്റി വലിയ വിഷയമായി പോയേനെ. ബാക്കിലെ സീറ്റൊക്കെ തകർന്ന് ഫ്രണ്ടിൽ പോയി ഇടിച്ചു. അങ്ങനെ തലയുടെ ബാക്കിൽ എന്തോന്ന് വന്ന് തട്ടിയതുപോലെ ഒരു ഫീലിംഗ് അല്ലാതെ വേറെ ഒരു വിഷയവും ഉണ്ടായില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു സലാമത്താക്കി. ഇന്നത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത്, ഈ വരുന്ന വരവിലുള്ളത്. യഥാർത്ഥത്തിൽ വണ്ടിയുടെ ബാക്ക് നമ്മള് ചിത്രത്തിൽ കണ്ടാൽ വളരെയധികം വേദനിച്ചു പോകും. അപ്പൊ അവിടുന്ന് തൊട്ടടുത്ത സിഗ്നലിൽ എത്തുന്നത് വരെ ആയതുകൊണ്ട് സീറ്റ് വീണ്ടും പുറകോട്ടാക്കി കടന്നില്ല. അല്ലാഹു തആല സലാമത്താക്കി. ഈ ലോറിക്കാരൻ ഉറങ്ങിയോ മറ്റോ അബോധാവസ്ഥയിൽ വന്ന് കയറിയതാണ്. ഈ വണ്ടി ഇടിച്ചപ്പോ നേരെ ഫ്രണ്ടിലുള്ള ബസ്സിലേക്ക് പോയി ഇടിച്ചിരുന്നെങ്കിലും വലിയ അപകടമായേനെ. അത് ഇടിക്കാതെ ഈ വണ്ടി ഇന്നോവ കാർ പറന്ന് അപ്പുറത്തെ ലൈനിൽ പോയി വേറൊരു വണ്ടിയിൽ പോയി ഇടിച്ചു. അതിലൊരു കുഞ്ഞും തള്ളയും ഉണ്ടായിരുന്നു, അവരും രക്ഷപ്പെട്ടു. വണ്ടി തകർന്നു പോയി. വേറൊരു വണ്ടിയിൽ ഈ ലോറി പോയി ഇടിച്ചു, അതും പറന്ന് അപ്പുറത്തെ ലൈനിൽ പോയി, അതും വേറൊരു വണ്ടിയിൽ പോയി ഇടിച്ചു. അങ്ങനെ മൊത്തം 4 വണ്ടിക്ക് സാരമായ പരിക്ക് ഏറ്റ വലിയ ഒരു ആക്സിഡന്റിൽ നിന്ന് വളരെ സുരക്ഷിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി. അല്ലാഹു ഇനിയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, രാവിലെ വാർത്ത കേൾക്കുമ്പോ കരഞ്ഞു പോയ സംഭവമാണ്. അല്പം കഴിയുമ്പോ റബ്ബിനെ ശുക്ർ ചെയ്യാൻ വാക്കുകൾ കിട്ടാതെ വിഷമിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ആ സമയത്ത് ഉമ്മമാരുടെ പ്രാർത്ഥനയാണ്, യാതൊരു സംശയവുമില്ല. ഉമ്മമാരുടെ, ഉസ്താദുമാരുടെ, പ്രവർത്തകരുടെ പ്രാർത്ഥന കൊണ്ടാണ് അല്ലാഹുവേ വലിയ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും നീ എത്ര തട്ടിമാറ്റിയിട്ടുണ്ട്. നിനക്ക് ശുക്ർ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിന്റെ ഔദാര്യത്തിന്റെ വിതരണം ഒരൽപ്പം പോലും കുറയ്ക്കരുത് റഹ്മാനേ.
സലാമത്ത് നൽകണം റഹ്മാനേ, എല്ലാവിധ ഖൈറും ബറക്കത്തും ചൊരിയണം റഹ്മാനേ. ഇന്നിപ്പോ ഉച്ച മുതൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മറുപടിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ വാഹനത്തിന്റെ ചിത്രം കണ്ടാൽ നമ്മൾ വിഷമിച്ചു പോകും. അല്ലാഹു സലാമത്താക്കിയത് മാതൃത്വത്തിന്റെ പ്രാർത്ഥനയാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമുക്കൊരു ചുരുങ്ങിയ ജീവിതമല്ലേ ഈ ദുനിയാവിലുള്ളൂ, ഒരു കുറഞ്ഞ കാലമല്ലേ നമ്മൾ ജീവിക്കുന്നുള്ളൂ. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയും ഇത് വലിയ അർത്ഥമുള്ള ജീവിതമൊന്നുമല്ല, ഇതൊരു പരീക്ഷാ ഹാളാണ് മോനെ. ഈ പരീക്ഷാ ഹാളിൽ നീ ഉളപ്പിയാൽ നിന്റെ റിസൾട്ട് മോശമാണ് കേട്ടോ. പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോ വളരെ കൃത്യമായി അതിന്റെ ആൻസർ ചെയ്യണം. ഒരെണ്ണം ചെയ്യാൻ ഉളപ്പിയിട്ട് സമയം താമസിച്ചാലും സൂപ്പർവൈസർ ബെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ പേപ്പറിൽ എഴുതാൻ അവസരം തരില്ല. നിനക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടും രക്ഷയില്ല. ഇതിനേക്കാളും വലിയൊരു എക്സാം അതാണ് ദുനിയാവിന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഇതാ വളരെ വ്യക്തമായി എന്തൊക്കെ ചോദിച്ചാലും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പിന്തിപ്പിക്കുമോ? ഇല്ല. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഈ പരീക്ഷാ ഹാളിൽ ലാസ്റ്റ് വന്നാൽ ഇനി ആ പേപ്പർ ഒന്നുകൂടി ഒന്ന് തരാമോ എന്ന് ചോദിച്ചാൽ സദഖ ചെയ്യാം, സ്വാലിഹീങ്ങളിൽ പെടാം, ഞാൻ എന്റെ തോന്നിവാസം മാറ്റിവെക്കാം, എന്റെ മുടി വളർത്തലിന്റെ കോലം ഞാൻ അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലക്കാക്കാൻ മറന്നുപോയി, എന്റെ വേഷവിധാനത്തിൽ ഞാൻ ഇസ്ലാമിനെ തെറ്റിച്ചു കളഞ്ഞു. എന്തൊക്കെ വേഷമാ ചെറിയ കുട്ടികൾക്ക് വരെ. സുബ്ഹാനല്ലാഹ്, പാൻസും ഷർട്ടും തമ്മിൽ തട്ടിയിട്ടുണ്ടോ എന്ന് സംശയം. അങ്ങനെ സംശയത്തിലാണ് കൊണ്ടുനടക്കേണ്ടത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഇങ്ങനെ ഏതാണ്ട് താഴോട്ട് ഉരിഞ്ഞ് ഇപ്പൊ വീഴും എന്ന നിലക്കാണ് കുട്ടികളൊക്കെ നടക്കുന്നത്. അപ്പൊ പുറകെ പോകുന്ന പെൺകുട്ടികൾ ചിലപ്പോ അത് പൊക്കി വെച്ചു കൊടുത്താൽ അതൊരു ഉപകാരമെന്നേ പറയാൻ പറ്റും. ആ തരത്തിലാണ് സുബ്ഹാനല്ലാഹ്. ചില സമയത്ത് ഉപ്പാപ്പമാരുടെ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ കാണാൻ ഒരു ജമ്പർ പോലത്തെ 60 സെന്റിമീറ്ററിന്റെ നടക്കുന്നതാണ്. ഏതൊക്കെ കോലത്തിലാണെന്ന് സിനിമ ആക്ടേഴ്സ് എന്ത് കാണിക്കുന്നു. ചിലർ ഇപ്പൊ പാൻസ് വളരെയധികം പൊക്കി നല്ല കണങ്കാല് വരെ ഉയർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും നല്ല സാലിഹായ മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി നല്ല ഉയർത്തി വെച്ചിരിക്കുന്നു. അല്ല, ഏതോ ഒരു ഹംക്ക് പിടിച്ച സിനിമ ആക്ടർ അയാൾ ഇങ്ങനെ പൊക്കി വെച്ചോണ്ട് പിന്നെ അഭിനയിച്ചു പോലും. ഏത് സിനിമാ നടനാണ് മക്കളെ അങ്ങനെ പൊക്കി വെച്ചത് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, എവിടെ എത്തിപ്പോയി സമുദായം നാം ആലോചിക്കുക. ഈ ഷർട്ടും മുണ്ടും തമ്മിൽ തട്ടിയിട്ടുണ്ടോ? ഇല്ല, തട്ടിയിട്ടില്ല. ഇടയ്ക്കൊരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് 250 രൂപക്ക് മേടിച്ചതാ. എല്ലാരും കാണട്ടെ എന്നുള്ള നിലക്ക്. ആ ബെൽറ്റിന്റെ അറ്റമാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ തുണി ഉരിയാതിരിക്കാൻ ഇടുന്ന ബെൽറ്റിന്റെ അറ്റം കുറച്ചു ദിവസം കഴിയുമ്പോ ഇതങ്ങ് പൊട്ടിപ്പോവും. ആ ഉടക്ക് അതിന് പകരം ആ കുടുക്കിന് പകരം റബ്ബറൊക്കെ ഇട്ട് ചുറ്റി ഇത് പിടിച്ചു വെക്കാൻ എത്ര പ്രയാസപ്പെട്ടിരുന്നു. ഇപ്പൊ അങ്ങനല്ല, അതൊന്നും പിടിച്ചു വെക്കണ്ട. ഇതിങ്ങനെ നേരെ നീണ്ടു കിടക്കണം. പോകുന്ന വഴിക്ക് ബോയ്സിനെയും ഗേൾസിനെയൊക്കെ തട്ടി പോണം. ഇതാണ് പുതിയ പരിഷ്കാരം. തലയിലാണെങ്കിൽ അപ്പച്ചിയോ മിലിറ്ററിയോ പോലീസോ ഏതാണ്ടൊക്കെ പേരിൽ കുറെ കട്ടിങ്. സുബ്ഹാനല്ലാഹ്, പാൻസ് ആണെങ്കിൽ ഒരു 1-2 കീറലും 100 കീശയും പിന്നെ നരപ്പിച്ചു വെച്ചിരിക്കുക. ഇസ്തിരിപ്പെട്ടിക്ക് മാത്രം ചെലവില്ല, വീട്ടിൽ കറണ്ടിന് ചെലവില്ല. കാരണം എപ്പോഴേ നരപ്പിച്ചു വെച്ച സാധനമാണ്. എന്തൊക്കെ കോലത്തിലാണ് സുബ്ഹാനല്ലാഹ് ഇറുക്കി പിടിച്ച പാൻസ്. സെക്ഷൽ ഓർഗൻസ് ഒക്കെ പ്രൊജക്ട് ചെയ്ത് കണ്ടാലേ കല്യാണാലോചന വരൂ എന്ന് തെറ്റിദ്ധരിച്ചതുപോലെ, വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ വഴിവിട്ട പോക്കിലാണ്. സുബ്ഹാനല്ലാഹ്, ഈ വേഷം ധരിച്ചാൽ, ഇത് വാങ്ങിക്കൊടുത്താൽ എന്റെ ഉമ്മ ഉപ്പ പിന്നെ ഇവനെ നമുക്ക് ദീനിയായി കിട്ടണമെങ്കിൽ അതൊരു വലിയ സാഹസവും അത്ഭുതവും. ഇങ്ങനെ വേഷം ധരിച്ച കുട്ടിക്ക് എവിടെ വേണമെങ്കിലും കയറാം. പോകുന്ന വഴിക്ക് നിശാ ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ അവിടെ, ക്രിക്കറ്റ് ബോർഡുകൾ ഉണ്ടെങ്കിൽ അവിടെ, തോന്നിവാസങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ, ഏത് കളിയും നിസ്കാരം ഖളാ ആക്കിയുള്ള കളി ഹറാമാണ്. ആ കളികളുടെ കുറയിലൊക്കെ പോകാം.
ഇങ്ങനെ പോകാതെ പള്ളിയിലേക്ക് വന്നു വിചാരിക്കുക. എന്നാ വലിയ അജബാണ്. നല്ല കുട്ടി, ഏതോ നല്ല കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്, അല്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്ന കുട്ടിയാണ്. അങ്ങനെയൊക്കെ വന്നു എന്ന് സമാധാനിച്ചാൽ തന്നെ പള്ളിയിൽ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? പള്ളിയിൽ എത്തുമ്പോഴാണ് ഈ കുട്ടി ഷർട്ട് പിടിച്ച് താഴ്ത്തുന്നത്. ഓ, എന്റെ ഷർട്ട് താഴോട്ട് കിടക്കട്ടെ, പിടിച്ചാടങ്ങാണ്ട് വരുമോ? ആദ്യം ടൈലർക്ക് 60 സെന്റിമീറ്ററിലേ എടുത്തു കൊടുത്തിട്ടുള്ളൂ. പിന്നെ എന്തായിരുന്നാലും അങ്ങനെയൊക്കെ ശ്വാസം പിടിച്ച് നിന്നിട്ട് മുസ്ലിയാരെ ഇങ്ങനെ പേടിച്ച് നിൽക്കുക ഖതീബിനെ. ഇപ്പൊ നിങ്ങൾ പള്ളികളിലൊക്കെ നോക്കിയാൽ ഈ ചെറുപ്പക്കാര് കുട്ടികള് സഫിന്റെ ഇടത് സൈഡിലായിരിക്കും കൂട്ടത്തോടെ തുടരുക, വലത് സൈഡിലല്ല. വലത് സൈഡാണ് പുണ്യമുള്ള സ്ഥലം, പക്ഷെ ഇടത് സൈഡിലാണ് അവർ നിൽക്കുക. എന്താ കാര്യം? നിസ്കരിച്ചെത്തുമ്പോ ഖതീബ് വലത്തോട്ട് തിരിഞ്ഞിരിക്കുമ്പോ, ശാഫിഈ മദ്ഹബ് പ്രകാരം വലത്തോട്ട് തിരിഞ്ഞിരിക്കുമ്പോ ഇവരെ കാണാൻ പാടില്ല. ഇത് പേടിച്ചിട്ടാണ് ഈ ചങ്ങാതിമാര് ഇടത് സൈഡിൽ വന്ന് തുടരുന്നത്. എന്താ കാര്യം? ഈ വേഷവും കോലവും ഒക്കെ ഇസ്ലാമിക ദൃഷ്ട്യാ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇനി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഈ പയ്യൻ വന്ന് കൈകെട്ടി നിസ്കരിക്കാൻ കൈകെട്ടി വിചാരിക്കുക. ഇമാമ് കൈകെട്ടി കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ഷർറൊന്നും ഇല്ലാന്ന് വിചാരിച്ചു ഇവൻ വളരെ ഒതുങ്ങി ഷർട്ടൊക്കെ പിടിച്ച് വലിച്ചൊക്കെ വെച്ചിട്ട് കൈകെട്ടി. മോനെ, നിന്നെ വഴിയിൽ എവിടെയും ശൈത്താനിന് കിട്ടാത്തത് കൊണ്ട് പള്ളിക്കകത്തു നിന്ന് നിന്നെ പിടിച്ചു പോയി കേട്ടോ. കാരണം ഖിയാമ് കഴിഞ്ഞ് റുക്കൂഇലേക്ക് പോകണ്ടേ. റുക്കൂഇലേക്ക് പോയപ്പോൾ അവസ്ഥ എന്താ? സുബ്ഹാനല്ലാഹ്, അംബറിന്റെ പരസ്യമാണ്. അംബർ എന്ന് പറഞ്ഞാൽ അത്തറല്ല, സുലാസി മുജറദിന്റെ പരസ്യം. ഇനി അത് കഴിഞ്ഞിട്ട് ഇവ സുജൂദിലേക്ക് പോയാലോ അല്ലാഹ് സർവ്വതുമറും ചാരനും വെളിയില. നിസ്കാരം ബാത്തിലാണെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം മുട്ടും പൊക്കളും ഉൾപ്പെടെ പരിപൂർണമായി ഔറത്താണ്. ഇത് അതാ ചുറ്റുഭാഗത്തു നിന്നും മേൽഭാഗത്തു നിന്നും ഒരാൾ നോക്കിയാൽ ഏതെങ്കിലും തരത്തിൽ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആയമുള്ള വസ്ത്രമാണ്, പുറത്ത് തൊലിയുടെ നിറം കാണാമെന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. അപ്പൊ അവിടെ വെച്ച് തന്നെ നിസ്കാരം ക്യാൻസലായി പോയി. ഇനി ഇവൻ ഇങ്ങനെ കമന്നു കിടന്നിട്ട് പുറകിലുള്ള ആളുകളുടെ അവസ്ഥ എന്താ? അവരും ഇങ്ങനെ നിസ്കാരത്തിൽ അശ്രദ്ധരായി പോയി. അങ്ങനെയാണല്ലോ നമ്മൾ അത്ര വലിയ മുത്തഖീങ്ങളൊന്നും അല്ലല്ലോ. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ നിസ്കരിക്കാൻ കൈകെട്ടി സാധുക്കൾ നിൽക്കുമ്പോ അതിന്റെ ഫ്രണ്ടിലൊക്കെ കിടക്കുന്ന ചെറുപ്പക്കാരുടെ അവസ്ഥ സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു സാഹചര്യം തന്നെ. നമ്മൾ 20 റക്അത്ത് തറാവീഹ് വേണം, നിർബന്ധമാണ്. വലിയ പാടുണ്ടാക്കി ഒരാളെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയപ്പോ അയാള് കുറച്ചാൾ കഴിഞ്ഞപ്പോ പറഞ്ഞു 8 റക്അത്ത് മതി. ആളുകളെല്ലാം പറഞ്ഞു അത് പറ്റൂല, ഇവിടെ 20 റക്അത്ത് തന്നെ വേണം. നിന്റെ പുതിയ ആശയം ഇവിടെ വേണ്ട, സലഫി ഐഡിയോളജി, ഭീകരവാദം, അല്ലെങ്കിൽ ഇങ്ങനെ ദീനിൽ വെട്ടിച്ചുരുക്കൽ, ഇതൊന്നും ഇവിടെ നടക്കൂല. അങ്ങനെ ഇയാളുമായിട്ട് പ്രശ്നമായി. അവസാനം രാമേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ വന്നു. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്താ പ്രശ്നം? അതിങ്ങനെ 8 റക്അത്ത് 20 റക്അത്തിന്റെ തർക്കമാണ്. അദ്ദേഹത്തിന് അതൊന്നും മനസ്സിലാവൂലല്ലോ. അദ്ദേഹം ചോദിച്ചു, സ്റ്റാറ്റസ് കോ, അതാണ് എന്റെ പോളിസി, എന്താണ് നിങ്ങൾ പറയുന്നത്? കഴിഞ്ഞ വർഷം എത്ര റക്അത്ത് അവിടെ നിസ്കരിച്ചു? അപ്പൊ സാറേ, രണ്ടു കൂട്ടരും പറഞ്ഞു, സാറേ 20 റക്അത്ത് നിസ്കാരമുണ്ട്. നമ്മുടെ ആളുകൾ പറഞ്ഞു, അതാണ് റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തും കാണിച്ചതെന്ന്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ ഒരാക്ഷേപമില്ലാതെ നടന്നു എന്നാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. ഉടനെ ആ മാഷിനെ വിളിക്കാൻ പറഞ്ഞു. മാഷിനെ വിളിച്ചു. മുൻഷിയാണ്. മുൻഷി എന്ന് പറഞ്ഞാൽ എല്ലാ മുൻഷിമാരും കുഴപ്പക്കാരല്ല, എന്നാലും കുറച്ച് കൂടുതൽ മുൻഷിമാരുടെ ഫുൾ ഫോം മുൻഷിഉൽ ഫിത്ന. അപ്പൊ അങ്ങനെ ഇയാളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ 8 റക്അത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്? എക്സ്ക്യൂസ് മീ സാർ, ബുഖാരിയും മുസ്ലിമും എല്ലാം 8 റക്അത്ത് 11 റക്അത്ത് കൂടുതൽ റസൂലുള്ളാഹി രാത്രി നിസ്കരിച്ചിട്ടില്ല. എന്തൊരു അബദ്ധം പറയുന്നത്! ظلمت سنة من أحيا الظلام إلى أن استكت قدماه الضر من ورمي مولاي صل وسلم. കാലിൽ നീര് കെട്ടി പരാതി ബോധിപ്പിക്കുവോളം പാതിരാത്രിയെ ഹയാത്താക്കിയ പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ശുദ്ധ സംബന്ധമല്ലേ രാത്രിയിൽ റമദാനിലായാലും അല്ലാത്തപ്പോഴും 11 റക്അത്ത് കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നത്? എത്ര അനുയായികളാണ് രാത്രി മുഴുവൻ ഹയാത്താക്കി പോയത്!
ഇമാമുൽ അഅ്സം അബൂ ഹനീഫ തങ്ങൾ വഫാത്തായതിന്റെ പിറ്റേ ദിവസം അയലത്തെ വീട്ടിലെ കുട്ടി വാപ്പാനെ വിളിച്ചിട്ട് പറയുന്നു, ഉപ്പാ, അപ്പുറത്തെ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നൊരു പില്ലർ കാണുന്നില്ലല്ലോ ഉപ്പാ. ഉപ്പ പറഞ്ഞു, മോനെ, അത് പില്ലറായിരുന്നില്ല. രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച ഇമാമുൽ അഅ്സം അബൂ ഹനീഫ തങ്ങളായിരുന്നു മോനെ. തങ്ങൾ വഫാത്തായി, അതുകൊണ്ടാണ് അത് കാണാത്തത് മോനെ, അത് പില്ലറായിരുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പാനത്തിറക്കാത്ത കുറിച്ചുള്ളൂ. എന്തൊരു അപകടമാണ് ഈ പറയുന്നത്. എന്തായാലും അയാളും ബുഖാരി മുസ്ലിം എന്ന് പറഞ്ഞു. ഉടനെ ഈ രാമേന്ദ്രൻ നായർ പറഞ്ഞു, എനിക്ക് സ്റ്റാറ്റസ് കോ അതേ പറ്റൂ, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞ വർഷം 20 റക്അത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ 20 റക്അത്ത്. അപ്പൊ ഇയാൾ വീണ്ടും ഇമാം ബുഖാരി മുസ്ലിമും അങ്ങനെ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് രാമേന്ദ്രൻ സ്ട്രൈക്ക് ചെയ്തത്. രാമേന്ദ്രൻ പറഞ്ഞു, ഈ ബുഖാരി മുസ്ലിം ആരാ? അവർ രാവിലെ 10 മണിക്ക് അങ്ങ് സ്റ്റേഷനിൽ വരാൻ പറ, അവരാണല്ലോ കുഴപ്പക്കാര്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ നടുറോഡിൽ ഇമാമുകളെ ഇട്ട് വലിച്ചഴച്ച ഈ ബിദ്അഈ കക്ഷികളോട് സന്ധിയില്ല സമരം നടത്തി ഇസ്ലാമിന്റെ യഥാർത്ഥ ചിഹ്നത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവരാ നമ്മൾ. ആ 20 റക്അത്ത് നമ്മൾ നിസ്കരിക്കുമ്പോഴും നമ്മുടെ അവസ്ഥ എന്താ? ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളിന്റെ നിസ്കാരത്തിന്റെ അയാൾ ഉടുത്തിരിക്കുന്ന കള്ളിമുണ്ടിന്റെ പുറകിൽ, അതുകൊണ്ട് ആ കള്ളിമുണ്ട് കളറുള്ളതൊന്നും എടുത്തോണ്ട് വരരുതെന്ന് പറയുന്നത്. അതിന്റെ പുറകിലെങ്ങാണ് ഒരു ദ്വാരം ഉണ്ടെങ്കിൽ ഈ ദ്വാരം മതി 20 റക്അത്തിൽ നമുക്ക് നോക്കി നിൽക്കാൻ. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ചോദിക്കുക, എത്ര റക്അത്തായി? അതൊക്കെ ഇമാമിനറിയാം, അതൊക്കെ ഇമാമിനറിയാം. ഇനി ഞങ്ങളെ പോലെ തലയെ കെട്ടി ഒരാളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണെങ്കിൽ നിൽക്കണോ, അടുത്ത 2 റക്അത്ത് കഴിഞ്ഞിട്ട് പറയാം. അതാ സംഭവം. അടുത്ത 2 റക്അത്ത് കഴിയുമ്പോൾ സൂറത്തിന്റെ കാൽക്കുലേഷൻ വെച്ച് റക്അത്ത് കിട്ടും. അത് പറയാമെന്നാണ് പറഞ്ഞിട്ട് അർത്ഥം. ഇങ്ങനെയല്ലേ നമ്മുടെ നിസ്കാരം? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ല ഇഖ്ലാസുള്ള മുഖ്ലിസീങ്ങളായ മുസല്ലീങ്ങളായി അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, ഈ അടുത്ത് വർക്കല റെയിൽവേ സ്റ്റേഷനിലെ പള്ളിയിൽ പെട്ടെന്ന് ട്രെയിൻ വരുന്നു, നിസ്കരിക്കാൻ വേണ്ടി കയറി. 4 ചെറുപ്പക്കാർ ഇതേപോലെ സുബ്ഹാനല്ലാഹ് സുജൂദിൽ കിടക്കുന്ന രംഗം പറയാൻ കൊള്ളൂല, പറയാൻ കൊള്ളൂല. ആ സമയത്ത് എനിക്ക് ഇവര് നിസ്കരിച്ചെത്തുന്നവരെ നിന്നാൽ എന്റെ വണ്ടി പോകും. ഞാൻ വളരെ സ്പീഡിൽ 2 റക്അത്ത് എനിക്ക് നിസ്കരിക്കേണ്ടതുള്ളൂ, ചുരുക്കി നിസ്കരിക്കാം. 2 4 വേണം. അങ്ങനെ ഞാൻ എന്തായാലും കൈകെട്ടാൻ വേണ്ടി നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ കൈകെട്ടി നിസ്കരിച്ചു. നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ ഒരു വലിയ ബഹളം അവിടെ കേട്ടു. ബഹളം കേട്ടു. ഞാനത് കഴിഞ്ഞ് നോക്കിയപ്പോ എന്താ സംഭവം? അവിടെ ഒരു വയസ്സായ ഇമാമ് കസേരയിൽ നിന്ന് ഓതുന്നുണ്ടായിരുന്നു. അയാൾ ഇവര് നിസ്കരിച്ചെത്തിയപ്പോ പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ നിസ്കാരം ബാത്തിലാണ്. അവര് പറഞ്ഞു, നിങ്ങൾ കുറച്ച് ഖുറാഫികൾ ഇങ്ങനെ പലതും പറയും, ഞങ്ങൾക്ക് അതിന്റെയൊക്കെ ന്യായമുണ്ട് എന്ന് പറഞ്ഞ് ഇവര് തട്ടിക്കയറി മുയിലാരോട് വർത്താനവും പറഞ്ഞിറങ്ങിപ്പോയി. യഥാർത്ഥത്തിൽ സംഘടനാപരമായി അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ ചില ബിദ്അത്തിന്റെ കക്ഷികളായി തിക്കണ്ണികൾ രംഗത്ത് വന്ന് ഈ പരിശുദ്ധ സമുദായത്തിന്റെ അച്ചടക്ക ബോധം തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേറെ ഉണ്ടെന്നുള്ള രീതിയിൽ നിസ്കാരം കളാ വീട്ടേണ്ടതില്ല. രാവിലെ കോളേജിൽ പോകുന്നവർ ലോഹർ നിസ്കരിക്കേണ്ടതില്ല. അസറിന് വന്ന് അസറങ്ങ് നിസ്കരിക്കുക, ലോഹർ കളായത് പൊയ്ക്കോട്ടെ, പിന്നെ കളാ വീട്ടൽ എന്ന് പറയുന്ന പരിപാടിയില്ല. ഇവര് പറഞ്ഞതല്ലേ, ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞില്ലേ, ഉള്ള പാത്രത്തിലുള്ള തീരുന്നത് വരെ വാങ്ങി വിളിച്ചാലും കഴിക്കാം. സുബഹി വാങ്ങി വിളിച്ചാലും വലിയൊരു പാത്രത്തിൽ എടുത്തു വെച്ചാൽ വയറ് നിറച്ചടിക്കാം. പിന്നെ എന്തൊക്കെയാണ് നിസ്കാരവും നോമ്പും എല്ലാം ബാത്തിലാക്കുന്ന പുതിയ വാദങ്ങളുമായി രംഗത്ത് വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ മാതിരി വലിയ അപകടങ്ങളിലേക്ക് വീണുപോവുകയാണ്. അതിനെ ന്യായീകരിക്കാൻ ചില പരിഷ്കാരികൾ രംഗത്ത് വരികയാണ്. അതിലൊന്നും വീണുപോകണ്ട മോനെ. കമ്മിൻ ഫതൻ നംസ വഅസ്ബഹ ളാഹികാ قد نسجت أكفانه وهو لا يدري. എത്ര ചെറുപ്പക്കാരാണ് രാവിലെയും വൈകുന്നേരവും അതാ അതിലെ കൂടി പോകുന്ന വയസ്സായ ആളുകളെ പോലെ കമന്റടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് തള്ളി ജീവിതം നയിക്കുന്ന ആളുകൾ. അവരുടെ കഫം പുടവ നെയ്യപ്പെട്ടത് അവരറിഞ്ഞില്ല. ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ബൈക്കിൽ ആക്സിലേറ്റർ കൂട്ടിവെച്ച് സൈലൻസർ പൊട്ടിച്ചു വെച്ച് കടകടകടകടകടാന്ന് ശബ്ദം കേൾപ്പിക്കുകയാണ്. സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് ഇവൻ.
ഇവന്റെ ശല്യം കാരണം, പൊള്യൂഷൻ കാരണം അതാ തൊട്ടടുത്ത ടെക്സ്റ്റൈൽസിന്റെ മുതലാളി വല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ്. ആരോടും ഒന്നും പറയാൻ പറ്റൂല. ഇന്നത്തെ കാലം പ്രതികരിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാൻ കഴിയില്ല. ആ നിലക്ക് പേടിച്ചു നിൽക്കുകയാണ്. ഇന്നത്തെ തോന്നിവാസികൾ സ്റ്റാറ്റസ് വൽക്കരിക്കപ്പെടുകയാണ്. ആ തരത്തിൽ അവരവിടെ നിൽക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അങ്ങനെ ആക്സിലേറ്റർ കൂട്ടിവെച്ച് ബ്രേക്കിൽ പിടിച്ചിരുന്ന കൈ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എനർജി അങ്ങ് ലൂസ് ചെയ്തു കേട്ടോ. ഒരൊറ്റ കുതിക്കലാണ് ഈ ബൈക്ക്. തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചിട്ട് ഇവന്റെ തല പിളർന്ന് ഇവൻ താഴെ വീട് പോയി. തീർന്നു, ആളവസാനിച്ചു. അപ്പോൾ ഇല്ല ടെക്സ്റ്റൈൽസിന്റെ ഉടമയും ഓടി വന്ന് ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചുപോയല്ലോ എന്ന് സിമ്പതിയും സങ്കടവുമാണ് അയാൾക്കുമുള്ളത്. അയാളും വന്ന് അത്ഭുതത്തോടെ പറഞ്ഞു, ചുരുക്കി പറയട്ടെ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ജനാസ കൊണ്ടുവന്നു അടക്കാൻ. അങ്ങനെ അടക്കാൻ നേരം കഫം പുടവ വാങ്ങാൻ അളിയൻ പോവുകയാണ്. ചെന്നത് ഈ ടെക്സ്റ്റൈൽസിൽ തന്നെയാണ്. അതാ അളിയൻ ടെക്സ്റ്റൈൽസിൽ ഇയാൾക്ക് വേണ്ടി കഫം പുടവയ്ക്ക് വന്നപ്പോൾ എന്നെ പുക കൊണ്ട് പൊറുതി മുട്ടിച്ചയാളാണ്, അതുകൊണ്ട് ഒരല്പം കൂടുതൽ പൈസ എടുക്കാമെന്ന് പറഞ്ഞില്ല. അങ്ങനെ എടുക്കാതെ കുറച്ചൊന്ന് ഔദാര്യം ചെയ്തു കൊടുക്കാനുള്ള മനസ്സാണ്. അങ്ങനെ കപ്പോടിൽ നിന്ന് ഈ കഫപ്പുടവയുടെ തുണിയെടുക്കുന്ന സമയം ഈ വന്ന് റിസപ്ഷനിൽ നിൽക്കുന്ന അളിയൻ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ സ്വന്തം അളിയൻ കസറത്ത് കാണിച്ച് അവസാനം അവൻ വീണ പോയിന്റ് അതാ പിറകിൽ കാണുന്നു. അയാൾ ഒന്നുകൂടി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോ മനസ്സിലായി ആ വീണ പോയിന്റും ഇയാൾ നിൽക്കുന്ന പോയിന്റും കപ്പോടിൽ നിന്ന് ഈ പ്രത്യേകമായ കഫം പുടവെടുക്കുന്ന പോയിന്റും ഒരേ രേഖയിലാ. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ മനസ്സിലാക്ക്. നേരത്തെ അവിടെ നിന്ന് കസറത്ത് കാണിച്ച ചെറുപ്പക്കാരന്റെ തോന്നിവാസം അതാ കാണിക്കുന്ന സമയത്ത് ആ അലമാരയിൽ ഇരുന്നു കൊണ്ടവന്റെ കഫം പുടവ ചിരിച്ചിട്ടുണ്ട് മോനെ. പക്ഷേ അവനതറിഞ്ഞില്ല. കമ്മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ. എത്രയെത്ര ഇണകളാണ്, പുതിയ ആപ്പിളമാരാണ്, പുതിയ പെണ്ണുങ്ങളാണ് ഇണകൾക്ക് വേണ്ടി ഒരുക്കി റെഡിയാക്കി സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ക്ലിയറാക്കി വെച്ചു. പക്ഷേ ഖദ് ഖുബിദത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി. ലൈലത്തുൽ ഖദ്റിൽ അവരുടെ റൂഹ് പിടിക്കപ്പെട്ടു പോയി. ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന റമദാൻ 27 അല്ല, കല്യാണം കഴിച്ചതിന്റെ പ്രഥമ രാത്രിയിലാണ് കേട്ടോ. ഭർത്താവ് ഭാര്യയോട് സംസാരിച്ച് കിടക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ബുദ്ധിമതിയായ ഭാര്യക്ക് ഭർത്താവിന്റെ സംസാരം നിലച്ചത് മനസ്സിലായി. സംസാരം നിലച്ചുപോയല്ലോ, എങ്ങനെ ചോദിക്കാനാണ്, ഹയാ ഉണ്ട്. പക്ഷേ ഇവൾ പതുക്കെ ഇവളുടെ കൈപ്പത്തി അയാളുടെ നാസാരന്ത്രങ്ങളുടെ ഭാഗത്തേക്ക് വെച്ചു നോക്കിയപ്പോ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗമനാഗമനം അവിടെ നിന്ന് അറിയാൻ കഴിയുന്നില്ല. സ്പന്ദനം അവസാനിച്ചു പോയി. മണിയറയുടെ രംഗം മാറി. മണവറയിൽ നിന്ന് മണിയറ അടുത്തതിലേക്ക് സെക്ഷൻ മാറിപ്പോയി. അതേ പണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞില്ലേ, ഒന്നാം മണിയറ ഉള്ളറയാണ്, രണ്ടാം മണിയറ മണവറയാണ്, മൂന്നാം മണിയറ കല്ലറയാണ്, നാലാം മണിയറ മശ്ശറയാണ്. രണ്ടാമത്തെ മണിയറയിൽ നിന്ന് തലയിണ മന്ത്രങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ പ്രത്യേകമായ പുതപ്പ് മൂടിയിട്ടേ ഉള്ളൂ. ആ പ്രത്യേകമായ ചെപ്പ് തുറന്നിട്ടേ ഉള്ളൂ. അതെ, അവരുടെ ജീവിതത്തിന്റെ തുടക്കമാണ്, സംസാരത്തിന്റെ തുടക്കമാണ്. ആ സമയത്തു തന്നെ അവരുടെ റൂഹ് പിടിക്കപ്പെട്ടു പോയ എത്ര സംഭവങ്ങൾ മോനെ നിന്നെ ചിന്തിപ്പിക്കാൻ
കല്യാണ വീടുകളിലേക്ക് ആഡംബരപൂരിതമായ തോന്നിവാസങ്ങളുടെ കലവറയായി മാറി. അതാ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ മൊബൈൽ ഫോണുകൾ വെച്ച് ഹറാമായ സംസാരങ്ങളായി. കല്യാണ വീടുകളിലേക്ക് ചെല്ലുമ്പോ എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. ആണും പെണ്ണും ഇടകലരുകയാണ്, ഹറാമുകൾ പെരുക്കുകയാണ്. ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ദീൻ തന്ന ഔദാര്യത്തെ മറക്കുകയാ. യഥാർത്ഥത്തിൽ നിക്കാഹ് നടത്തുന്ന സമയത്ത് പറയുന്ന വാക്ക് പോലും ശ്രദ്ധിക്കുന്നില്ല. നിക്കാഹിനിരിക്കുമ്പോ ഒരു സ്ത്രീധനവും വാങ്ങാത്ത വളരെ മാന്യനായ ചെറുപ്പക്കാരന്റെ മുഖത്തു നോക്കിയും പിരിവെടുത്ത് കല്യാണം നടത്തുന്ന പിതാവ് പറയണം, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജതുക വഅൻകഹതുക ബിദി ഡാഷ് ഡാഷ് ബിമഹരി ഡാഷ് ഡാഷ്. അപ്പോഴാണ് ഖബിൽതു മിൻക നിക്കാഹ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നത്. ഈ ആദ്യത്തെ മുഖദ്ദിമയുടെ അർത്ഥം മിക്കവാറും പറയാറില്ല. അറിയാൻ വയ്യാത്തോണ്ടല്ല, എല്ലാവർക്കും അറിയാവുന്ന അർത്ഥമാ. പക്ഷേ എല്ലാവർക്കും തിരക്കാ. പുതിയാപ്പിളയ്ക്ക് തിരക്ക്, പുതിയ പെണ്ണിന് തിരക്ക്, പിന്നെ കമ്മിറ്റിക്കാർക്ക് തിരക്ക്, ഖത്തീബിന് തിരക്കോടെ തിരക്ക്. ഖത്തീബിന് തിരക്ക് വരാനുള്ള കാരണം നമ്മുടെ വർഗമായോണ്ടൊന്ന് അന്വേഷിക്കണമല്ലോ. ആ നിലക്ക് അന്വേഷിച്ചപ്പോ മനസ്സിലായത് ചില നാടുകളിൽ നിക്കാഹിന് വിളിക്കാൻ പോകുന്നത് BMW കാറായിരിക്കും, അല്ലെങ്കിൽ ഇന്നോവ ആയിരിക്കും. നിക്കാഹ് കഴിഞ്ഞാൽ ഖത്തീബിന്റെ സ്ഥിതി ചിലടത്ത് വലിയ വിഷമ. NRMS പോകേണ്ടി വരും, നടരാജൻ മോട്ടോർ സർവീസ്, അല്ലെങ്കിൽ ഏതോ ഒരു 10 വണ്ടിയിൽ പോകേണ്ടി വരും. അപ്പൊ ഖത്തീബുമാർ ഒരു ഹിക്മത്ത് ഇറക്കി. നിക്കാഹ് കഴിഞ്ഞാൽ ഉടൻ ഖത്തീബ് പറയും, എനിക്ക് വളരെ അടിയന്തരമായിട്ട് പോകണം, എന്നെ അങ്ങോട്ട് വിട്ടേരെ. അപ്പൊ ആ വന്ന കാറിൽ തന്നെ കൊണ്ടുവിടാൻ കഴിയും. ഇനി അപ്പോ ഈ വീട്ടുകാരെ പറയാം, ഉസ്താദെ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. ഇല്ല, ബിരിയാണി നെയ്ച്ചോറും ഒന്നും ഞാൻ കഴിക്കൂല, അതിന്റെ കോട്ടയൊക്കെ കഴിഞ്ഞു. എന്നാ നാടൻ ചോറുണ്ട്, അതങ്ങ് പള്ളിയിലേക്ക് കൊടുത്തയച്ചാൽ മതി. വളരെ സമർത്ഥമായി ഖത്തീബ് രക്ഷപ്പെടുകയാണ്. ഈ നാട്ടിലല്ല കേട്ടോ, അതേ സമയത്ത് ഇവിടെ നിന്ന് എനിക്ക് പോകണ്ടേ. അപ്പൊ അങ്ങനെ ചില നാടുകളിൽ വന്നപ്പോൾ ഖത്തീബുമാർക്ക് തിരക്കായി. ഇത് പറയുന്നില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി, അല്ലാഹു കൽപ്പിച്ചതനുസരിച്ചാണ്. അലാ വ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അമറനാ ബിന്നിക്കാഹ് വ നഹാനാ അനിസ്സിഫാഹ്. അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് നിനക്ക് ഞാൻ ഇണയാക്കി തരികയാണ് എന്റെ മകളെ, അല്ലെങ്കിൽ എന്നിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവളെ തരികയാണ്. മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നന്മയുടെ മാർഗത്തിൽ ഇവളെ കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ മാന്യമായി തിരിച്ചേൽപ്പിക്കണം. അങ്ങനെ പറഞ്ഞിരുന്നു. ഈ വയസ്സായ ആളുകളൊക്കെ ഇപ്പൊ ചിന്തിക്കുക, അന്ന് കല്യാണം കഴിക്കുമ്പോ അമ്മോശൻ അങ്ങനെ പറഞ്ഞിരുന്നോ? ആ പറഞ്ഞേ. നമ്മളില്ല സവ്വജതുക വഅൻകഹതുക കേട്ടപ്പോ ഖബിൽതു മിൻക നിക്കാഹ വ തസ്വീജഹ എന്ന് പറഞ്ഞു വായിച്ചു പോരുന്നതാണ് അന്നത്തെ ആ തിരക്കിൽ. പക്ഷെ ഇത്രയും വലിയ റെസ്പോൺസ് ഉള്ള, ഉത്തരവാദിത്വമുള്ള ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് പോലെ. ദീനിയായ മാർഗത്തിൽ അവരെ കൊണ്ടു നടക്കാനുള്ള ബാധ്യത അല്ലാഹുവിന്റെ ദീനിൽ ഏറ്റെടുത്തു വരികയാണ്. വെറുതെ കിട്ടൂല നല്ല റിസൾട്ട്. 15 വയസ്സായപ്പോ മോന്റെ മുടിയുടെ കോലം കണ്ടിട്ട് സഹിക്കുന്നില്ല ഉസ്താദേ. അവനെ എടാന്ന് വിളിച്ചപ്പോ പോടടാന്ന് പറഞ്ഞവൻ തിരിഞ്ഞോടുന്നു ഉസ്താദേ. ചരട് മന്ത്രിച്ചു തരണമെന്ന് പറഞ്ഞു ഓടി വന്നിട്ട് കാര്യമില്ല. ആദ്യമേ ശ്രദ്ധിക്കണം. ഇണകളെ തേടുന്ന സമയത്ത് കൊമ്പം മീശക്കാരൻ, അവൻ കുറച്ച് കുഴപ്പക്കാരനാണ്, എന്നാലും വേണ്ടിയില്ല, കുറച്ച് എസ്റ്റേറ്റ് അവന്റെ പേരിലുള്ളത് കൊണ്ട് മോൾക്ക് അവനിരിക്കട്ടെ. ഇങ്ങനെയല്ല മാനദണ്ഡം കൽപ്പിക്കേണ്ടത്. അങ്ങനെ വരുന്നവൻ പിന്നെ ആ ഹക്കിന്റെ ഊലല്ലേ ആവുള്ളൂ. ഇനി കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ തന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. തൊട്ടുകൊടുക്കുന്ന സമയത്ത് പണ്ട് സാലിഹീങ്ങളെ ആലിമീങ്ങളെയൊക്കെ തിരക്കും. ഇപ്പൊ അങ്ങനൊന്നുമില്ല. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണക്കാരനാരാ, അയാളെ കൊണ്ട് അയാൾക്ക് നിക്കാറുണ്ടോ നോമ്പുണ്ടോ അത് നോക്കുന്നില്ല. പിന്നെ അവനെ പോലല്ലേ ഈ കുഞ്ഞു വരും. പേരിടേണ്ട സമയത്തോ നല്ല ഇസ്ലാമിക പേരൊക്കെ പോയി പുതിയത് വരികയാണ്. കർണാടകയിലും മലബാറിലും ഒക്കെ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെയും സംഗതി വഷളായി വരികയാണ്. കാരണം ബാപ്പാടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം, ഉമ്മാന്റെ പേരിന്റെ അവസാനത്തെ അക്ഷരം, കിടന്ന ആശുപത്രിയിൽ നടുക്കടുത്ത അക്ഷരം, മൂന്നും കൂടെ ചേർത്ത് വെക്കുമ്പോ വല്ല നായുടെ പൂച്ചയുടെ ഒക്കെ പേരായിരിക്കും. ഇതും അങ്ങിട്ട് വിടുകയാണ്. ചിലരുണ്ട് പിന്നെ ആലിമീങ്ങളോടൊന്നും ചോദിക്കാതെ വലിയ, ഞാൻ ഇന്നലെ വരെ കള്ളുകൂടിയനായിരുന്നു, ഇന്നലെ വരെ കുഴപ്പക്കാരനായിരുന്നു, പ്രൊഫസറായിരുന്നു, പക്ഷേ നിക്കരിക്കൂലായിരുന്നു, ഇന്നും ഒരു സഹോദരന്മാരെ നിക്കരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് തബ്ലീഗ് ജമാഅത്തുകാരും പോലുള്ളവർ വരും. അതിൽപ്പെട്ട ആളുകൾ ആരോടും ആലോചിക്കാതെ നല്ല ഇസ്ലാമിക ശൈലി എന്ന് പറഞ്ഞ് പേരിടും. പക്ഷെ അർത്ഥമൊന്നും ചിന്തിക്കൂല. ഈ അടുത്തൊരു ഖത്തീബ് ഒരു കല്യാണത്തിന് ചെന്നപ്പോ നിക്കാഹിന്റെ വേദിയിൽ പെണ്ണിന്റെ ഉപ്പായനോട് ചോദിച്ചു, മോടെ പേരെന്താ? ഹാമില എന്നാണെന്ന് പറഞ്ഞു.
എന്താ ചെയ്യ? ആമിന ഫാത്തിമ എന്നൊക്കെ കിട്ടിയ പോലെ ഇയാള് ആരോടും ചോദിക്കാതെ കിട്ടതാണ്. ഹാമില എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ പ്രശ്നം എന്താ? ഒന്നാമത്തെ അർത്ഥം ഗർഭിണി എന്നാണ്. അപ്പൊ എന്തായി? എന്റെ മകൾ ഹാമിലായ 101 രൂപ മഹറിന് പകരം നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരുന്നു എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ അർത്ഥം? ഇതാ എന്റെ മകൾ ഗർഭിണിയെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരുന്നു എന്നാണ്. ഈ പാവപ്പെട്ട പറഞ്ഞു അല്പം ഭാരം കൂടുതലാണെങ്കിലും ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. ഈ ഗതികേടിലേക്ക് പോണോ? അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെ ഇട്ടതിന്റെ പേര് നാളെ ആഖിറത്തിൽ വിളിക്കേണ്ട പേരാണെന്നറിയാതെ ബാപ്പുട്ടിയും സൂറാത്താത്തായും കൂടെ മോനൊരു പേരിട്ടു, ബാസൂർ എന്ന്. അവസാനം 3ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ മാരകമായ അല്ലെങ്കിൽ ഗുരുതരമായ പരീക്ഷിക്കപ്പെട്ട രോഗങ്ങൾ ഏതുപോലെയൊക്കെ ബാസൂരിൻ മൂലക്കുരുവിന്റെ രോഗം പോലെ. അപ്പോഴേ ബാക്കിയുള്ളവർ ഞോണ്ടാൻ തുടങ്ങി, മൂലക്കുരു. അവൻ മദ്രസയിൽ നിർത്തിപ്പോയി. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? ഇത് ശരിക്ക് ഗൗരവമില്ല. യഥാർത്ഥത്തിൽ ബാക്ക്ഗ്രൗണ്ട് നന്നാകാതെ പശ്ചാത്തലം നന്നാകൂല. പല പശ്ചാത്തലം നന്നാകാതെ റിസൾട്ട് നന്നാവൂല. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പശ്ചാത്തലം തന്നെ. ഇപ്പൊ ഈ പിടിക്കുന്നതിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, ഇവിടെ പറയുന്നതിനെ മാറ്റാൻ പറ്റൂ. അപ്പൊ അങ്ങനെ പശ്ചാത്തലം നന്നായെങ്കിലേ റിസൾട്ട് നന്നാവുള്ളൂ. നിങ്ങൾക്കറിയോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെയൊക്കെ എങ്ങനെ കിട്ടിയതാ? 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ ശ്രദ്ധിച്ചോളൂ. 20 വയസ്സുള്ള സമയത്താണ് പാടത്തുകൂടി നടന്നു പോകുമ്പോ ആ പാടത്ത് അതാ ഒരു നെൽക്കതിരിന്റെ അറ്റമങ്ങ് കഷ്ണിച്ചെടുത്തു പോയി കയ്യിൽ കേട്ടോ. കുറച്ചങ്ങോട്ട് നടന്നു കഴിയുമ്പോ റബ്ബേ എന്റെ രുമോ എനിക്കത് കഴിച്ചത് നിങ്ങൾ പൊരുത്തമാക്കി തരുമോ? ഈ തോട്ടത്തിന്റെ ഉടമ 2 വർഷം മുമ്പ് കണ്ട ആളിനെ പോലല്ല, ഒരു സീരിയസ് ആയ ആളാ. അദ്ദേഹം പറഞ്ഞു അങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റൂല. എന്റെ ഈ തോട്ടത്തിന് ചുറ്റുമതിൽ കെട്ടാൻ കൊണ്ടിട്ടിരിക്കുന്ന കരിങ്കല്ല് യോജിച്ച സ്ഥലത്തേക്ക് ചുമന്ന് തന്നാൽ പൊരുത്തപ്പെടുന്ന കാര്യം ആലോചിക്കാം. പടച്ചവനെ, 22കാരനായ സുമുഖനായ ചെറുപ്പക്കാരൻ, ലോഡിങ്ങിന്റെ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ നാളെ പാരത്രീക ലോകത്ത് പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇന്ന് 14,74,426 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ഇന്നു നിൽക്കുന്ന സൂര്യൻ ഒരൊറ്റച്ചാണിന്റെ ദൂരത്തിൽ 7 ഇരട്ടിയായി ഉദിച്ചു നിൽക്കുന്ന മഹ്ശറയിലെ വിചാരണ ചിന്തിച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ ആ കല്ലെടുത്ത് നെറ്റിയിൽ തഴുകി പുണ്യ ശിരസിൽ വെച്ച് ചുമന്ന് കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞ് ചുമന്ന് വിയർപ്പൊലിച്ച് വന്നിട്ട് ചോദിച്ചു, പൊരുത്തപ്പെട്ടോ, ഞാൻ പോകട്ടെ? ഏയ്, ആയിട്ടില്ല. എനിക്ക് അല്ലാഹു തആല ഒരുപാട് സ്വത്തുക്കൾ തന്നിട്ടുണ്ട്, തോട്ടങ്ങൾ തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ഒരു ദൗർബല്യമാണ്, ഒരു മകൾ. അവൾക്ക് കൈയും കാലും കണ്ണും കാതുമില്ലാത്തവളാണ്. അവളെ നീ കല്യാണം കഴിച്ചാൽ ഞാൻ പൂർണ്ണമായി പൊരുത്തപ്പെട്ടു തരാം. ഒരു മാംസപിണ്ഡത്തെ വരിക്കാനോ? 22കാരനായ സുമുഖനായ ചെറുപ്പക്കാരൻ ഒരു മാംസപിണ്ഡത്തെ കല്യാണം കഴിക്കാനോ? സുബ്ഹാനല്ലാഹ്. പക്ഷേ പടച്ച റബ്ബിന്റെ വിചാരണ, കോടതിയിലെ വിചാരം മനസ്സിൽ വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, അല്ല ഈ കല്യാണം കഴിച്ചാലെങ്കിൽ പൊരുത്തപ്പെട്ടു തരുമോ? അതെ, റെഡി. എങ്കിൽ ഐ ആം റെഡി. നാളെ വിചാരണയില്ലല്ലോ. ഇനി മാംസപിണ്ഡത്തെ എന്ത് പെണ്ണ് കാണാനാ? എന്തായിരുന്നാലും അവിടെ ഇരുന്നു കൊടുത്തു. അന്ന് ഇത് പറയുമ്പോ കരഞ്ഞുപോയി. പടച്ചവനെ, ഒരു മാംസപിണ്ഡത്തെ ഞാനിത് പാലിച്ചുകൊണ്ട് കൊണ്ടു നടക്കാൻ എനിക്ക് കഴിയുമോ എന്ന് ചിന്തിച്ച് കരഞ്ഞുപോയി എന്റെ ചെറുപ്പക്കാരാ. ആ 22കാരനായ പുതുമണവാളൻ സുബ്ഹാനല്ലാഹ് സവ്വജതുക വഅൻകഹതുക ബിന്തി ഫാത്തിമ പറഞ്ഞു, ചൊല്ലി ഖബിൽതു പറഞ്ഞു. മണിയറയിലേക്കുള്ള വാതിൽ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോൾ ആ മണിയറയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് അപ്സരസായ സർവാംഗ സുന്ദരിയായ ഒരു പെണ്ണ് നിന്ന് മർഹബ ചൊല്ലുന്നു. അതാ വെച്ച കാല് പിറകോട്ടെടുത്ത് വെച്ച് അമ്മോശന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ഓ മനുഷ്യ,
പൊതുജലത്തിൽ ഒഴുകി വന്നൊരു പഴമെടുത്ത് കഴിച്ചതിന്റെ പോരായ്മ നികത്താൻ വന്ന എന്നെ കൊണ്ട് ഒരന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കുന്ന ഹറാം ചെയ്യിപ്പിച്ചുവല്ലേ. പിടിക്കുകയാണ് എന്റെ ചെറുപ്പക്കാരാ. കണ്ട പെണ്ണിന്റെ പിറകെ കണ്ണും കൊണ്ട് നടക്കണ്ട മോനെ. നീ അന്യ പെണ്ണിനെ നോക്കലും അവൾ നോക്കലും പാടില്ല. നിയമം നോക്ക് നീ ഖുർആനിലും. പെണ്ണിന്റെ പാട്ടു നീ കേട്ടുപോയാൽ പിന്നെ ശൈത്താന്റെ വലയിൽ നീ കുടുങ്ങും പൊന്നെ. പെണ്ണിന്റെ പിന്നാലെ നടന്നവൻ തെണ്ടി മിണ്ടിക്കഴിഞ്ഞാലുണ്ട് കുണ്ടാമണ്ടി. മർഹൂം തടവാ ഉസ്താദ് നവറല്ലാഹു മർഖദഹു അതാ ബുള്ളറ്റിനിൽ ആഴ്ചതോറും റിസാലയിൽ വരുന്ന വാചകങ്ങൾ ഞാൻ പണിഞ്ഞ ജുമുഅത്ത് പള്ളിയുടെ പുറത്തെ ഭിത്തിയിൽ ഒട്ടിക്കണേ മക്കളെ. അതൊരു വലിയ വിജ്ഞാനത്തിന്റെ മുത്തുകളാണെന്ന് പറഞ്ഞ് മരണത്തോടടുത്ത 10 കൊല്ലക്കാലം വല്ലാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിദ്യാർത്ഥികളെ മാറോടണച്ചു പിടിച്ച വലിയ നേതാവായിരുന്നു മർഹൂം തടവാ ഉസ്താദ്. അവിടുത്തെ അൽ മവാഹിബുൽ ജലിയ എന്ന വിജ്ഞാന കോശം സാധാരണക്കാരന്റെ വീട്ടിലുള്ളത് വലിയ മുത്താണ്. കൈകഴുകണേ പിടിച്ചാലുടൻ നീ ചൂല്, വൈകഴുകണേ കുടിച്ചാലുടൻ നീ പാല്. എത്ര രസമാണ് പ്രിയപ്പെട്ടവരെ. അവര് പറഞ്ഞത് അവരുടെ വാചകമല്ല, ഖുർആൻ പറഞ്ഞതല്ലേ അവര് പഠിപ്പിച്ചത്. അതുകൊണ്ട് അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കിയത് ഗൗരവമായി കണ്ടുകൊണ്ട് ആ ബഹുമാനപ്പെട്ടവരോട് പറയുമ്പോൾ ആ ചെറുപ്പക്കാരനോട് അമ്മോശൻ പറയുകയാണ്, മോനെ നീ അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ഞാൻ നിനക്കിപ്പ നിക്കാഹ് ചെയ്തു തന്ന ഫാത്തിമയാണ്. ആ വാതിലിൽ നിന്നെ കാത്തു സ്വാഗതം ചെയ്തുകൊണ്ട് നിന്നത്. ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് വിശദീകരണം ഞാനല്ലേ തരേണ്ടത്. കൈകാലുകളും കണ്ണുകാതുകളും അവൾക്കില്ലെന്ന് പറഞ്ഞത് ഹറാമുമായി ബന്ധപ്പെട്ട കൈകാലുകളോ കറാഹത്തുമായി ബന്ധപ്പെട്ട കണ്ണുകാതുകളോ അവൾക്കില്ലെന്നാണ് കേട്ടോ. ഞാനും എന്റെ ഭാര്യയും പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാര്യമായി ഇവൾക്ക് സൂട്ടായൊരു ഭർത്താവ്, പരിശുദ്ധി കൊണ്ട് നേരിടാൻ പറ്റിയ ഒരാൾ, സമരസപ്പെടുന്ന ഒരു യുവാവ് ലോകത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ചു പോയി. പക്ഷേ ഇവളെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് മരിച്ചു പോകണ്ടേ, ഇവളൊറ്റക്കാകുമല്ലോ. അത് വേദനിച്ചുകൊണ്ട് കരഞ്ഞു ദുആയിരുന്നു കൊണ്ടിരിക്കുമ്പോഴാണ് മോനെ അതാ പബ്ലിക് വാട്ടറിലൂടെ ഒഴുകി വന്നൊരു ഫ്രൂട്ടിന് പൊരുത്തം ചോദിക്കാൻ നീ കടന്നു വരുന്നത്. കണ്ടപ്പോ തന്നെ സൂട്ടായ എന്റെ പെണ്ണിന് പറ്റിയ പുതിയാപ്പളയാണെന്ന് എന്റെ മനസ്സിലുണ്ടായി. പക്ഷേ എന്റെ മകളുടെ പരിശുദ്ധി ഓർക്കുമ്പോ ഒരു ഗ്യാരണ്ടി വേണമല്ലോ. എന്ന നിലക്ക് നിന്നെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ചു, കല്ല് ചുമപ്പിച്ചു പോയി മോനെ. ഒരു മുഖം മൂടിയുള്ള വിവരണം എന്റെ പെണ്ണിനെ കുറിച്ച് നിനക്ക് തന്നുപോയി മോനെ. അത് നീ പൊരുത്തപ്പെടണം. നിനക്ക് ഞാൻ നിക്കാഹ് കഴിച്ചു തന്ന അപ്സരസായ എന്റെ മകള് ഫാത്തിമ, അവള് തന്നെയാണ് നിനക്ക് മർഹബ ചൊല്ലിയത്. അങ്ങോട്ട് പോകണേ മോനെ. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോ ഫാത്തിമ ഇരുന്ന് കരയുകയാണ്. എന്തേ ഫാത്തിമ, ഫസ്റ്റ് വരവിൽ നിന്നെ കൺസിഡർ ചെയ്തില്ല, നിന്നെ ഇഅ്തിബാർ ചെയ്തില്ല, പരിഗണിച്ചില്ലെന്ന കാരണത്താലാണോ കരയുന്നത്? ആ സമയത്ത് അവൾ പറയുകയാ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ കരയുന്നത് അതിനല്ല വല്ലഭാ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു ഫാത്തിമ ഈ രാത്രിയിൽ കരഞ്ഞിട്ടുണ്ട് കേട്ടോ. റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണമായ പൊന്നുമോള് ഫാത്തിമത്തുൽ ബത്തൂൽ അന്ന് മണിയറയിൽ ആദ്യത്തെ രാത്രി അലിയാര് തങ്ങൾ കടന്നു വരുമ്പോ കരച്ചിലാണ്.
അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാണ് കരയുന്നത്? ഇന്നലെ വരെ റസൂലുള്ളാഹിന്റെ കരങ്ങളിലേറെ സുരക്ഷിതയായിരുന്ന നീ ഇന്ന് സാമ്പത്തിക ഭദ്രതയില്ലാത്ത അലിയുടെ കരങ്ങളിൽ അരക്ഷിതാവസ്ഥയിലാകുമെന്ന ചിന്തയാണോ കരയിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോ ആ മകള് ഫാത്തിമ പറഞ്ഞില്ലേ, എന്റെ പ്രിയപ്പെട്ട വല്ലഭ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനതിനു വേണ്ടിയല്ല കരഞ്ഞത്. ഇന്നലെ വരെ റസൂലുള്ളാഹിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതയാണ്. ഇന്ന് മുതൽ വലിയ പണ്ഡിതനായ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സംരക്ഷണമുള്ളവളാണ്. പക്ഷേ നാളെ പാരത്രീക ലോകത്ത് മീസാനിന്റെ അരികിൽ അതാ പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചതനുസരിച്ച് ആ പറയുന്ന ഹിസാബിന്റെ വേളയിൽ ആ തുലാസിന്റെ അടുക്കൽ, സിറാത്തും മുസ്തഖീമിന്റെ അടുക്കൽ, അവിടെയൊക്കെ സിറാത്ത് പാലത്തിനടുക്കൽ, അവിടെയൊക്കെ ആരാണ് എന്റെ സംരക്ഷണമേൽക്കുക? ഇത് ചിന്തിച്ചാണ് കരയുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ വല്ലഭ? ഈ ഫാത്തിമ അതുകൊണ്ട് കുറച്ച് കരയണ്ടേ കാന്ത? എന്റെ പ്രാണനാഥ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ കരഞ്ഞത് അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് അന്നത്തെ രാത്രിയും മതിയാവോളം ഇബാദത്തിന് സമയം കണ്ടെത്തി. ആ ദാമ്പത്യ വല്ലരിയിൽ നിന്ന് മാനവ മഹിമകൾ മണിമകുട മണിയുന്ന മധുരമന മരതക മണിയറ ചെറുപ്പക്കാരന് സമ്മാനിച്ച മുത്തു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ മണിയറയിൽ ഇബാദത്തിന് സമയം കണ്ടെത്തിയിട്ട് അതാ തുന്നിച്ചേർത്ത ദാമ്പത്യ വല്ലരിയിൽ ബഹുമാനപ്പെട്ട ഫാത്തിമ അബൂ സാലിഹ് ദമ്പതികളുടെ മകനാണ്. ആ ഉൽഫുല്ല സൂനമാണ്, മുത്താണ്, മുത്തിന്റെ മുത്താണ്, മുത്തിന്റെ മുത്തിന്റെ മുത്താണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. കണ്ടോ, നല്ല റിസൾട്ട് വേണമെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് വേണം. നമ്മൾ ചെറുപ്പത്തിലെ ശുദ്ധമായ പ്രകൃതിയിൽ ജീവിച്ച് അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട നിലക്ക് നീങ്ങണം. സമയദൈർഘ്യം എന്ന് ഞാൻ അങ്ങനെ വിശദീകരിച്ചു പോകുന്നില്ല. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, എത്ര പുതിയ ആപ്പിളയും പുതിയ മണ്ണുമാണ് ഇങ്ങനെ പിടിക്കപ്പെട്ടു പോയത് നീ അറിയുന്നില്ല മോനെ. അതുകൊണ്ട് വൽജാറു അഹ്മദു വറഹ്മാനു നാശീഹാ. അതുകൊണ്ട് മോനെ, നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ആഖിറത്തിന്റെ ഭവനത്തിന് വേണ്ടി നീ അമൽ ചെയ്തോ, നീ സ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തോ. ആ സ്വർഗത്തിന്റെ കാവൽക്കാരൻ റിദ്വാൻ അലൈഹിസ്സലാമാണ്. നിന്റെ അയൽവാസി ആരെന്നറിയുമോ? സയ്യിദുനാ വഹബീബുനാ വഹബീബു ഖുലൂബിനാ വഖുറത്തു അയ്യുനിനാ സയ്യിദുൽ വജൂദി അഷ്റഫുൽ മഖ്ലൂഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ്, സൗണ്ട് പോയി. മുഹമ്മദ് മുസ്തഫ തങ്ങളാ ആ സ്വർഗത്തിന്റെ സംവിധായകനാരാ? എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഭരിച്ച് നാളെ സ്വാലിഹീങ്ങൾക്ക് സ്വർഗം ഔദാര്യമായി തന്ന സർവശക്തനായ അല്ലാഹുവാണ്. ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കണം. ഈ വരുന്ന 27-ാം രാവ് മിഅ്റാജിന്റെ രാത്രിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാത്രിയിൽ അത്ഭുതങ്ങളുടെ കലവറകളിലൂടെ കുതിച്ചുയരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകി. ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ കാണാൻ ഒരേ ഒരാൾക്കേ അവസരം ലഭിച്ചിട്ടുള്ളൂ, അത് ഹബീബായ റസൂലുള്ളാഹി. ആ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ചെന്നപ്പോൾ നബി തങ്ങൾക്ക് സമ്മാനം കൊടുത്തത് 50 വഖ്ത് നിസ്കാരമാണ്. നിങ്ങൾക്കറിയാം, 50 വഖ്തല്ല 500 വഖ്ത് നിസ്കരിക്കണമെങ്കിലും റസൂലുള്ളാഹി തങ്ങൾ റെഡിയാ. പക്ഷേ
മൂസ നബി അലൈഹിസ്സലാം, എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ, അനുഭവമാണ് വലിയ ഗുരു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ അവിടുത്തെ ഉമ്മത്തികൾ ഇത് എടുക്കൂല. ഒരു സമൂഹത്തിൽ ശരിക്കും പയറ്റി തെളിഞ്ഞ നേതാവാണ് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചുപോയി 9 തവണ. ബാക്കി 5 വഖത്തുമായി വന്നപ്പോഴും മൂസാ നബി നമ്മളെ പോലുള്ള കള്ളന്മാരെ കണ്ടിട്ട് പറഞ്ഞു, ഈ 5ഉം ഉമ്മത്തികൾ എടുക്കൂല നബിയേ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇനി പോകാൻ ഞാൻ ലജ്ജിക്കുകയാണ് പടച്ചവന്റെ അടുക്കലേക്ക്. ഇനി തിരിച്ചുപോയി ഇനി കുറയ്ക്കാൻ ഞാൻ പറയില്ല. അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടു ആ പ്രഖ്യാപനം. അള്ളാഹു തആല പറഞ്ഞു, 50 വഖത്തിന്റെ കൂലി 5 വഖത്തിന് തരാം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന 5000 കോടി ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ 6000 കോടിയുടേതിനേക്കാളും വളരെ അധമനാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ. താരിഖുസ്സലാത്ത് വലിയ കഷ്ടപ്പെട്ടവൻ തന്നെ. അതാ ഒരു എലി എന്ന് വിചാരിക്കുക, അവിടെ വന്നിട്ടില്ല. എലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ എന്നറിയാനാ ഞാൻ അങ്ങനെ ചൂണ്ടിയത്. ആ എലിയെ കണ്ടാൽ ഒരാൾ അടിച്ച കൊന്നു, എലി പോയി. പടച്ചവനെ, ഈ മൂഷികനായി എന്നെ പടച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ശുക്രിന്റെ സുജൂദ് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പടച്ചറബ് നിർബന്ധിച്ചിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോ ഒരു കഴുതയെ കാണുന്നു, പടച്ചവനെ കഴുതയായി എന്നെ ആക്കിയില്ലല്ലോ. കുറച്ചു കഴിയുമ്പോ ഒരു മൂരിയെ കാണുന്നു, പടച്ചവനെ മൂരിയായി എന്നെ പടച്ചില്ലല്ലോ. പോത്തിനെ കാണുന്നു, പോത്തായി പടച്ചില്ലല്ലോ. കുരങ്ങനെ കാണുന്നു, കുരങ്ങായി, ഡാർവിന്റെ ഗ്രാൻഡ് ഫാദറായി എന്നെ പടച്ചില്ലല്ലോ. ഇങ്ങനെ എല്ലാം പറഞ്ഞ ഐനുൻ നജസായ പട്ടിയെ കണ്ടാൽ, പടച്ചവനെ എന്നെ നീ പട്ടിയായി പടയ്ക്കാതെ പരിശുദ്ധ മനുഷ്യന്റെ രൂപമായി പടച്ചല്ലോ, അതുകൊണ്ട് ശുക്രിന്റെ സുജൂദ് വേണ്ട. പന്നിയെ കാണുമ്പോ പന്നിയായി പടച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ശുക്രിന്റെ സുജൂദ് വേണ്ട. എന്നാൽ ഒരു താരിഖുസ്സലാത്തിനെ കണ്ടാൽ, വലൗ കാന അബാഹു, അതവന്റെ സ്വന്തം ആശാരിയാണെങ്കിലും ശരി, താരിഖുസ്സലാത്താണോ, പടച്ചവനെ ഇവനായി എന്നെ പടച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ശുക്രിന്റെ സുജൂദ് ചെയ്യണമെന്ന് ശറഅല്ലാഹു അസ്സ വജൽ. എന്തിനാണ് കൂടുതൽ വഅദ് പറയുന്നത് ചെറുപ്പക്കാരെ? സ്വന്തം വാപ്പയാണ് താരിഖുസ്സലാത്തെങ്കിലും ഈ താരിഖുസ്സലാത്തായി എന്നെ ആക്കിയില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കാത്തവൻ ശുക്രിന്റെ സുജൂദ് ചെയ്യണം. കഠിനമായ രോഗമുള്ള ആളിനെ കാണുമ്പോഴും പടച്ചവനെ ഈ രോഗം തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ശുക്രിന്റെ സുജൂദ് ചെയ്യണം. പക്ഷേ അത് രോഗിയുടെ മുമ്പിൽ വെച്ച് ചെയ്താൽ രോഗിക്കൊരു മാനസിക വിഷമമുണ്ടാകുമെങ്കിൽ ചെയ്യാൻ പാടില്ല. പക്ഷേ താരിഖുസ്സലാത്തിന് മാനസിക വിഷമം ഉണ്ടായാലും നിനക്ക് അപകടം വരില്ലെങ്കിൽ അവന്റെ മുമ്പിൽ വെച്ച് ചെയ്യാം. അതേസമയം താരിഖുസ്സലാത്ത് ഒരു അജാനുബാഹുവാണ്. ഈ പോയ നിസ്കരിക്കുന്ന ദിനേശ് പീടി പോലിരിക്കുക. അവൻ ചെന്നില്ല താരിഖുസ്സലാത്തിന്റെ മുമ്പിൽ സുജൂദി കിടന്ന ഒരൊറ്റ ചവിട്ടിന് കൊന്നുകളയുമെങ്കിൽ ആ അപകടം സൂക്ഷിക്കണം, നീ ചെയ്യട്ട. അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്യണം. നോക്ക് നിങ്ങൾ, ഏറ്റവും വൃത്തികെട്ട സാധനമാണ് താരിഖുസ്സലാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പാത 5 വഖത്ത് നിസ്കാരം അവ്വൽ വഖത്തിന് തന്നെ കൃത്യമായി നിസ്കരിക്കാൻ, പരമാവധി റവാത്തിബുകൾ എടുക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്ന് കാണുന്ന സർവ്വ തോന്നിവാസത്തിൽ നിന്നും നിന്നെ തടയണമെങ്കിൽ ഇഖ്ലാസുള്ള നിസ്കാരക്കാരനാകുക. എന്നാൽ ഒരു പ്രശ്നവും വരാനില്ല. ആ നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ വലിയ ശിക്ഷയ്ക്ക് അർഹനായി തീരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്, ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നിങ്ങളോട് ഈ പരിപാടി വിജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളൊക്കെ സഹായിക്കണം. ഇന്ന് നിങ്ങളോട് സമ്പത്ത് ചോദിക്കാനൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എങ്കിലും ഈ മഹത്തായ മജ്ലിസിൽ ദുആക്ക് മുമ്പ് ഒരു ബറക്കത്തായ നിലക്ക്
അല്ലാ, ഇവിടെ ഒരു പഴയ മദ്രസ പൊളിഞ്ഞു വീഴാറായി, അതൊന്ന് പുതുക്കി കെട്ടണം എന്ന ഒരു വലിയ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യം. അള്ളാഹു നിങ്ങളുടെ കയ്യിൽ നിഅമത്ത് വിശാലമാക്കി തന്ന് അത് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഉറക്കെ ആമീൻ പറയാനുള്ള ആരോഗ്യം എന്റെ മുമ്പിലിരിക്കുന്നവർക്ക് നീ നൽകണേ അല്ലാ. എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നമ്മുടെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന മദ്രസ, ആ മദ്രസയിൽ നിന്നാണ് ഇന്ന് കാണുന്ന വലിയ ആലിമീങ്ങളെല്ലാം ഉടലെടുത്തത്. മദ്രസ സ്ഥാപിച്ച നൂറുൽ ഉലമ അടക്കം വലിയ അന്നത്തെ മഹാരഥന്മാരായ എല്ലാ ആലിമീങ്ങളും അവരൊക്കെ ഖബറിൽ കിടന്ന് ഇങ്ങനെ അനുഭവിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. അനുഭൂതിദായകമാണ് ഈ സംഭവം. കാരണം കേരളത്തിലും ദക്ഷിണ കന്നഡയിലും തമിഴ്നാടിന്റെ പ്രാന്തപ്രദേശങ്ങളിലും എല്ലാത്തിലും സാധാരണ മദ്രസ വിദ്യാഭ്യാസം കിട്ടിയ ആളുകളാണ്. അതുകൊണ്ട് സാമാന്യം ദീനിനെ കുറിച്ച് നല്ല വിവരമുണ്ട്. അറബികൾ അവർ ഖുർആൻ കാണാതെ പഠിക്കും, അറബി ഭാഷ കൈകാര്യം ചെയ്യും. ഇങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഇല്ലാത്തതുകൊണ്ട് സാർവത്രികമായ ഇസ്ലാമിക വിജ്ഞാനം ഒരു സ്റ്റാൻഡേർഡ് വരെ കിട്ടാൻ സാധാരണക്കാർക്ക് അവസരമില്ല. ഇവിടെ ഇപ്പൊ എല്ലാ ബോർഡിനും കൂടെ ഒരു 25,000 മദ്രസ ഉണ്ട് എന്ന് വിചാരിക്കുക, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ബോർഡും കൂടെ. അല്ലെങ്കിൽ 30,000 അല്ലെങ്കിൽ 50,000 കോട്ടെ 25 മാത്രം കൂട്ടുക. 4 അധ്യാപകർ ശരാശരി ഒരിടത്ത് ജോലി ചെയ്യുന്നെങ്കിൽ 1,00,000 പേരാണ് അധ്യാപനം നടത്തുന്നത്. 2,500 മുതൽ 15,000 വരെ ശമ്പളം മേടിക്കുന്നവരുണ്ട്. ശരാശരി 5,000 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാം. അങ്ങനെയാണെങ്കിൽ 1,00,000 പേർക്ക് 5,000 വെച്ച് ചെലവാകുന്നു. എത്രയാ ചെലവാകുന്നു? എത്രയാ ഒരു മാസം ചെലവഴിക്കുന്നത്? 50 കോടി രൂപ. 50 കോടി രൂപ ഇസ്ലാമിക് സ്റ്റഡിക്ക് വേണ്ടി, പ്രൈമറി വിദ്യാഭ്യാസത്തിന് വേണ്ടി മുസ്ലിം സമുദായം ഓരോ മാസവും ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെലവഴിച്ച് നടത്തുന്ന മദ്രസ വിദ്യാഭ്യാസം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്ലാമിനെ കുറിച്ചുള്ള പ്രാരംഭ വിജ്ഞാനം പോലുമില്ലാതെ വളരെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. ആ മദ്രസ നമ്മുടെ മക്കളിരുന്ന് പരിശുദ്ധ ഖുർആൻ ഓതാൻ, ഹദീസുകൾ പാരായണം ചെയ്യാൻ, പരിശുദ്ധ ഇസ്ലാമിക് ജുറിസ്പ്രുഡൻസിന്റെ ഫിഖ് കർമ്മശാസ്ത്രത്തിന്റെ വിധിവിലക്കുകൾ വായിക്കാൻ, പഠിക്കാൻ, മനഃപ്പാഠമാക്കാൻ ഉള്ള അവസരം കിട്ടുന്ന മദ്രസ തീർച്ചയായും നമ്മുടെ ഖബറിലേക്കുള്ള വലിയ സ്വത്താണ്. ആ മദ്രസയുടെ നിർമ്മാണത്തിലേക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹായിക്കണം. അതിൽ എത്ര പാക്കറ്റ് സിമന്റ് വേണം? അതിന് വല്ല കണക്കൂടുക ഒന്നും എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ എസ്റ്റിമേഷൻ ഒന്നും ക്ലിയർ ആയിട്ട് ഇപ്പൊ കൈകാര്യം ചെയ്തിട്ടില്ല. എന്നാലും നമ്മുടെ മദ്രസയുടെ വലിപ്പം അനുസരിച്ച് കുറെ ഒരു 10,000 ചാക്ക് സിമന്റ് ഒക്കെ വേണ്ടി വരും. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ എന്റെ വകയായി ഒരു ലോഡ് സിമന്റ് ഞാൻ ഇറക്കി കൊടുത്തേക്കാം. 200 പാക്കറ്റ് സിമന്റാണ്. ഇല്ലെങ്കിൽ ഒരു 100 പാക്കറ്റ് സിമന്റ്, അല്ലെങ്കിൽ ഒരു 50 പാക്കറ്റ് സിമന്റ്, അല്ലെങ്കിൽ 25, 10, 5 എന്തോ ആകട്ടെ. ഇൻഷാ അല്ലാഹ് മദ്രസയുടെ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങൾ കൊടുത്താൽ മതി. അള്ളാഹുവിന്റെ ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മദ്രസ. ഞങ്ങൾ ഈ അടുത്ത് റഹ്മത്ത് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോ അവിടുത്തെ പിന്നോക്കാവസ്ഥ ചിന്തിച്ചപ്പോ പള്ളിയില്ലാത്തതല്ല, ജീവിക്കാൻ സൗകര്യമില്ലാത്തതല്ല, മദ്രസ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം. ജനങ്ങൾക്ക് ദീൻ മനസ്സിലാവുന്നില്ല, അറിയുന്നില്ല. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാ കാലത്തേക്കും ജാരിയായ സദഖയായി ഖബറിലേക്ക് കടന്നു വരുന്ന മഹ്ശറിൽ തുണയാകുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് സബബായി വരുന്ന സദഖയായി ഇൻഷാ അല്ലാഹ് മദ്രസയുടെ നിർമ്മാണം നടക്കുമ്പോൾ ഒരു ലോഡ് സിമന്റ് ഞാൻ കൊടുത്തേക്കാം. അല്ലെങ്കിൽ 100 പാക്കറ്റ്, അല്ലെങ്കിൽ 50 പാക്കറ്റ്, അല്ലെങ്കിൽ 25, അല്ലെങ്കിൽ 10. ആരാ ഒന്ന് തുടങ്ങാൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവരെ കൊണ്ട് കഴിയുന്ന ഒരു അക്കം കൊണ്ട് തുടങ്ങുക. നമുക്കൊന്ന് തുടങ്ങി വെച്ചാൽ മതി. ഈ ദിവസം അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരാള് നന്നായി ഒന്ന് തുടങ്ങിയേ അല്ലാഹു അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാകട്ടെ.
എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ മദ്രസയിൽ പഠിക്കുവോളം അല്ലെങ്കിൽ ആ ബിൽഡിംഗ് നിൽക്കുവോളം വേണ്ട, അതിനപ്പുറവും എത്ര കാലവും അല്ലാഹുവേ നീ ഉത്തരം കൊടുക്കാനും ഗുണം കൊടുക്കാനും പുണ്യം കൊടുക്കാനും കഴിവുള്ളവനാണ്. നീ ജാരിയായ സദഖയിൽ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സ്വർഗത്തിലേക്കുള്ള സബബാക്കണം റഹ്മാനെ. അവർക്ക് ആവശ്യത്തിനുള്ള നിഅമത്ത് നീ നൽകണം റഹ്മാനെ. നൽകിയ നിഅമത്ത് നിലനിർത്തണേ അല്ലാഹ്. ആപത്ത്, മുസീബത്ത്, രോഗങ്ങൾ, പരീക്ഷണങ്ങൾ കൊണ്ട് പിൻവലിക്കല്ലേ റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 25 പാക്കറ്റ് സിമന്റ്, ചാക്ക് സിമന്റ്. അൽഹംദുലില്ലാ, നമ്മുടെ മഹല്ലിന്റെ പ്രസിഡന്റാണ്. മാതൃക കാണിച്ചുകൊണ്ട് തുടക്കത്തിൽ തന്നെ പടച്ചവനെ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണം റഹ്മാനെ. ഉറക്കെ ആമീൻ പറയാനുള്ള ആരോഗ്യമെങ്കിലും എന്റെ മുമ്പിലിരിക്കുന്നവർക്ക് നൽകണം റഹ്മാനെ. പടച്ചവനെ, അവര് ഉദ്ദേശിച്ച ഈ മദ്രസയുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് തുടങ്ങി പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. അതിലേക്ക് ആവശ്യമുള്ളത് മുഴുവനും ചെയ്യാൻ നിഅമത്ത് വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്ക പലതവണ ഉച്ചരിച്ച് സ്വർഗം കണ്ട് റസൂലുള്ളാഹി തങ്ങളെ കണ്ട കണ്ണ് അടയ്ക്കാൻ നീ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകണം റഹ്മാനെ. പടച്ചവനെ, 25 പാക്കറ്റ് സിമന്റ് പറഞ്ഞ ഈ സദഖ അവരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ടവർ അവരുടെ ഖബറിലേക്കുള്ള വലിയ ഹദിയാക്കി ഈ റജബ് മാസത്തിന്റെ പുണ്യം ചേർത്ത് സ്വീകരിക്കണം റഹ്മാനെ. സലാത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉമ്മർക്ക് 25. അവിടെ അവരാണോ? 50 അല്ലല്ല, പുറയിൽ 25. സലാത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടുത്തിരിക്കുന്നത്. അൽഹംദുലില്ലാ, വീണ്ടും 25. ഖാലിദ് അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണം റഹ്മാനെ. നിഅമത്ത് വിശാലമാക്കണം അല്ലാഹ്. നൽകിയ നിഅമത്ത് നിലനിർത്തണേ റഹ്മാനെ. ആപത്ത്, മുസീബത്ത്, രോഗങ്ങൾ, പരീക്ഷണങ്ങൾ കൊണ്ട് പിൻവലിക്കല്ല അല്ലാഹ്. നിന്റെ മുമ്പിൽ നീട്ടുന്ന കരങ്ങൾ, നിന്റെ മുമ്പിൽ കുനിക്കുന്ന ശിരസ് മറ്റൊരാളിന്റെ മുമ്പിൽ സ്വന്തം ആവശ്യത്തിന് നീട്ടാൻ, കുനിക്കാൻ ഒരു സെക്കൻഡ് പോലും ഞങ്ങളെ ആരെയും ഇടയാക്കരുത് റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത് നമ്മളോട് വിട പറഞ്ഞ മഹാനാണ് വൈലത്തൂര് സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങളവറുകൾ. അല്ലാഹുവേ, അവിടുത്തെ ദറജ നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ചേളാരിയിലെത്തിയപ്പോൾ വൈലത്തൂര് തങ്ങളുപ്പാപ്പയുടെയും സയ്യിദ് ഫضل ജമലുല്ലൈലി തങ്ങളുടെയും പേരക്കുട്ടി ജാബിർ എന്ന് പറയുന്ന മുത്തഅല്ലിമ് സയ്യിദ് അവറുകൾ എന്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ വൈലത്തൂര് തങ്ങളുപ്പാപ്പ ഈ അടുത്ത കാലത്ത് തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആനയുടെ അരികിൽ വന്ന് നിർത്തുമ്പോൾ ആനയോട് ഇങ്ങോട്ട് അടുത്ത് വാന്ന് പറയുകയും കുറച്ചു കഴിയുമ്പോൾ അങ്ങ് പോകാൻ പറയുകയും ചെയ്യുമ്പോ അതങ്ങ് പോയതും വന്നതുമായ സംഭവം ആ കുട്ടി എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ എത്രയോ സംഭവങ്ങളുള്ള ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി തങ്ങള് ഈ അടുത്ത സമയത്തല്ലേ വഫാത്തായത്. 2 പല്ലും സാധാരണ ചിരിക്കുമ്പോ വെളിയിലാകുന്ന തങ്ങളവറുകൾ അങ്ങനെ തന്നെ ചിരിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. ഞാനന്ന് കാസർഗോഡ് നിന്നൊരു വഴുത് കഴിഞ്ഞ് കോഴിക്കോട് ജംഗ്ഷനിലെത്തിയപ്പോഴാണ്, മർക്കസ് കോംപ്ലക്സിന്റെ മുമ്പിലെത്തിയപ്പോഴാണ് വാർത്ത അറിയുന്നത്. നേരെ അങ്ങോട്ട് പോയി വൈലത്തൂരേക്ക് പോയി. അവിടെ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ തങ്ങളവറുകളുടെ അടുക്കൽ വലിയ ആലിമീങ്ങൾ വന്ന് പിറ്റേന്ന് 12 മണിക്ക് അടക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് പറഞ്ഞു. രാവിലെ സുബഹിയാകുന്നതിന് മുമ്പ് കുളിപ്പിക്കണം, അല്ലെങ്കിൽ കുളിപ്പിക്കാൻ ഭയങ്കര തിരക്കായിരിക്കും, ആളുകളുടെ തിരക്ക്. അങ്ങനെ കുളിപ്പിക്കാൻ ഒരുങ്ങുമ്പോ ജലാലുദ്ദീൻ തങ്ങൾ എന്ന് പറയുന്ന മകൻ പറഞ്ഞു, മുഹമ്മദ് കുഞ്ഞി സക്കാഫി, നിങ്ങൾ നേതൃത്വത്തിൽ കുളിപ്പിക്കണം.
അങ്ങനെ കുളിപ്പിക്കാൻ സുബ്ഹാനല്ലാഹ് അടിമുടി വിറച്ചുപോയി ഈ മഹാനവറുകളെ കുളിപ്പിക്കാൻ. അങ്ങനെ എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. സയ്യിദ് ശറഫുദ്ദീൻ ജബലുല്ലൈലി തങ്ങളുണ്ട്, വേറൊരു സഖാഫി ഉസ്താദ് ഉണ്ട്, ഞാനുണ്ട്. അങ്ങനെ ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ എല്ലാരും ഇറക്കി. ഒരു വയസ്സനായ മനുഷ്യൻ വന്ന് വാതിൽ മുട്ടുകയാണ്. അയാളോടല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യം പിടിച്ച് നിൽക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും മുട്ടിയപ്പോ ശറഫുദ്ദീൻ തങ്ങൾ ചൂടാകാൻ പോയപ്പോ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വാതിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കാത്തോണ്ടാണ് ഞങ്ങൾ എല്ലാവരും പുറത്തിറക്കിയതാ, അതുകൊണ്ട് ഇനി ഇൻഷാ അല്ലാഹ് കുളിപ്പിച്ചതിന് ശേഷം കാണാം. അല്ല ഉസ്താദ്, ഞാൻ വന്ന അതിനല്ല. CM വലിയുല്ലാഹിയെ ജനാസ കുളിപ്പിച്ചപ്പോൾ മഹാനായ യൂസുഫുൽ ജീലാനി തങ്ങളുടെ കൂടെ ഞാനുണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് ആ കാലിന്റെ ഭാഗത്തൊന്ന് നിൽക്കണം. അങ്ങനെ നിൽക്കാൻ അനുമതി കൊടുത്തു. പുതിയാപ്പള ഒരുങ്ങിയിരിക്കുന്നത് പോലെ തലേ ദിവസവും CM വലിയുല്ലാഹി ഏൽപ്പിച്ച കൊടുവള്ളിയിലെ പ്രത്യേക തട്ടുപടിയിൽ കിടന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു. അവർ കൊടുത്ത വലിയ കൂടുതൽ ഹദിയ ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ അതെല്ലാം അവിടെ വിതരണം ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോവുക. അങ്ങനെ അന്നും വീട്ടിലേക്ക് വന്ന് പേരക്കുട്ടികളോട് കുശലം പറഞ്ഞ്, ഭാര്യയോട് കുശലം പറഞ്ഞ് പ്രൈവറ്റ് റൂമിലേക്ക് കടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയിൽ പുറത്തു വന്ന് വൊമിറ്റ് ചെയ്ത ശേഷം വീണ്ടും ശാന്തമായപ്പോ നല്ല സന്തോഷവും സമാധാനവും പറഞ്ഞ് കലിമത്തു തൗഹീദ് ചൊല്ലി ഈ ലോകത്തോട് പുഞ്ചിരിച്ചുകൊണ്ട് വിട പറഞ്ഞു മഹാനായ തങ്ങളവർ. കുറഞ്ഞ ദിവസം മുമ്പ് ഖബറിന്റെ സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി നിർവഹിക്കാൻ രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. എല്ലാം ചെയ്ത് ഒരു ദിവസം പോലും കിടത്തി വിഷമിപ്പിക്കരുതേ എന്ന് ആഗ്രഹിച്ച മഹാനായ തങ്ങളുപ്പ അങ്ങനെ തന്നെ സന്തോഷത്തോടെ യാത്രയായി. അല്ലാഹുവേ, അവരുടെ ദർജകൾ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കും നന്നായി മരിക്കണം. അല്ലാഹു അവന്റെ സ്വർഗീയ ആരാമത്തിൽ നമ്മെ സമ്മേളിപ്പിക്കുമാറാകട്ടെ. ഇനി ആരാ 100 തികയ്ക്കാൻ ഒരു 25 കൂടി പറയാൻ ആരാ? എത്ര? 50 ചാക്ക് ഖുലൂ തക്ബീർ. അൽഹംദുലില്ലാഹ്. എന്താ പേര്? അബ്ദുൽ ജലീൽ. പടച്ചവനെ, രണ്ടാളും കൂടിയാ? രണ്ടുപേര് ചേർന്നിട്ട് 50 അല്ലേ? അങ്ങനല്ലേ പറഞ്ഞു? നസീറും ജലീലും കൂടി 50. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ കബൂലാക്കണം റഹ്മാനെ. പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണം റഹ്മാനെ. ഈ പറഞ്ഞ മഹാന്മാരായ സദാത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് അവരെയും ഞങ്ങളെയും സന്തോഷത്തോടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണം റഹ്മാനെ. ഖൈറായ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ഹാഫിദീങ്ങളും ഹാഫിദാത്തുകളും മുത്തഖീങ്ങളുമായി ഞങ്ങളുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ ശുദ്ധമായ പരമ്പരയാക്കി തരണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്. 125 ചാക്കായി. അബ്ദുള്ള എന്ന സഹോദരൻ കച്ചവട സംബന്ധമായി മറ്റുമൊക്കെയുള്ള എല്ലാ പ്രതിസന്ധികളും മാറാൻ നിയ്യത്ത് ചെയ്ത് നന്നായി റാഹത്തിലാകാൻ മനസ്സിൽ കരുതിയിട്ട് പ്രയാസത്തിലും സന്തോഷത്തിലും ചെലവഴിക്കുന്നവരാണ് മുഅ്മിനീൻ. അല്ലാഹുവേ, പ്രയാസങ്ങളൊക്കെ മാറ്റി നല്ല റാഹത്തിൽ കച്ചവടത്തിൽ പുരോഗതിയും ബർക്കത്തും നീ നൽകണേ റഹ്മാനെ. പടച്ചവനെ, 25 ചാക്ക് അബ്ദുള്ള എന്ന സഹോദരൻ അല്ലാഹുവേ, നീ കബൂലാക്കണം റഹ്മാനെ. പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണം റഹ്മാനെ. അവരുടെ കുടുംബത്തിൽ ഖൈറ് നൽകണം റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കുള്ള ഹദിയാക്കി ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന് മാനദണ്ഡമാക്കി ഈ സദഖകളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഇനി ആരാ? നിസാം എന്ന് പറയുന്ന ഒരു സഹോദരൻ 25 പാക്കറ്റ്. പടച്ചവനെ, നീ കബൂലാക്കണേ റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ റഹ്മാനെ. ഉറക്കെ ആമീൻ പറയുന്ന മക്കളെയൊക്കെ നല്ല സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. നന്നായി ഉറക്കെ പറയാനുള്ള ആരോഗ്യം നൽകണേ റഹ്മാനെ. ഈ മക്കൾ ഉറക്കെ ആമീൻ പറയുന്ന മജ്ലിസാണ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇപ്പൊ എത്രയായി? 200 പാക്കറ്റ്. അതെ, 175 പാക്കറ്റായി.
ആരാ 200 പാക്കറ്റ്? അൽഹംദുലില്ലാഹ്. എന്താ പേര്? സക്കരിയ. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാൻ. നമ്മൾ ഒരു കുടുംബക്കാരേ ഉള്ളൂ, അതുകൊണ്ട് പേര് പറയുന്നതിൽ വിഷമിക്കണ്ട. നാളെ കവലെ ചെന്ന്